أعوذ بالله من الشيطان الرجيم. അതിനെ തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു. അതിനുമീതെയും തിരമാലയുണ്ട്. അതിനുമീതെ കാർമേഘവും. ഒന്നിനുമീതെ ഒന്നായിക്കൊണ്ടുള്ള അന്ധകാരങ്ങൾ. തന്റെ കൈകൾ പുറത്തുകാട്ടിയാൽ അവനത് കാണുമാറാകില്ല. അള്ളാഹു ആർക്ക് പ്രകാശം ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവും ഇല്ല തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ ഹവറിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. 2021 ജനുവരി 9 ശനിയാഴ്ച ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ദിവസമാണ്. അല്ലെങ്കിൽ 2021 ജീവിച്ചവർ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും ഓർമ്മയിൽ വെക്കുന്ന ദിവസമാണ്. മഹാഭൂരിപക്ഷം വരുന്ന കേരളീയ ജനതയും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന സംവാദം 2021 ജനുവരി 9 ശനിയാഴ്ചയായിരുന്നു. ഇസ്ലാമിക പ്രബോധകൻ എം അക്ബറും ഇസ്ലാം വിമർശകനും യുക്തിവാദിയുമായിട്ടുള്ള ജബ്ബാറും തമ്മിൽ സംവാദം നടന്നത്. കേരളത്തിലും പുറത്തും മുമ്പെങ്കും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു വെല്ലുവിളിയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞ സംവാദം. നാസ്തിക പ്രഭാഷകനായ ജബ്ബാർ വെല്ലുവിളി നടത്തുകയും അതിനുശേഷം ഇസ്ലാമിക പ്രബോധകനായ ശ്രീ എം അക്ബർ അത് ഏറ്റെടുക്കുകയും ചെയ്ത് 3 മാസത്തിലധികം കഴിഞ്ഞാണ് സംവാദം നടക്കുന്നത്. 3 മാസത്തെ കാത്തിരിപ്പിലും വീര്യമൊട്ടും കുറയാതെ ആവേശോജ്വലമായിട്ടാണ് സംവാദം നടന്നത്. ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും 10 ലക്ഷങ്ങളും കടന്ന് കോടിയിലേക്കടുത്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമായി തത്സമയവും അല്ലാതെയുമായി സംവാദം വീക്ഷിച്ചവരുടെ എണ്ണം. 3 മാസത്തിലേറെക്കാലം സംവാദത്തിൻ്റെ ആവേശമൊട്ടും കുറയാതെ പിടിച്ചു നിർത്തിയിരുന്നത് സോഷ്യൽ മീഡിയയിലെ പോരായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യുദ്ധം. സംവാദ ചർച്ച പരസ്യമായി മതി എന്നഭിപ്രായപ്പെട്ട എം അക്ബർ പക്ഷം തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ തങ്ങൾക്ക് നിർദ്ദേശിക്കുവാനുള്ളതും തങ്ങളുടെ നിലപാടുകളും വ്യക്തമാക്കുകയും അതിന് മറുപടിയായിക്കൊണ്ട് യുക്തിവാദി പക്ഷത്തു നിന്ന് പല തവണയായി പല സംഘടനകളായി സമാന മാർഗത്തിലൂടെ മറുപടി എഴുതിക്കൊണ്ടുവരുന്നു. അവസാനം കേരള യുക്തിവാദി സംഘം ഈ സംവാദത്തിൻ്റെ സംഘാടനം ഏറ്റെടുക്കുന്നു. പരസ്യമായി ചർച്ചകൾ നടത്തിയിട്ടും പല അനീതികളും സംഘാടകരുടെ ഭാഗത്തു നിന്നും സംഭവിക്കുന്നു. നിരന്തരമായി ചൂണ്ടിക്കാണിച്ചിട്ടും അതിൽ തിരുത്തലുകളോ അനുകൂലമായ പ്രതികരണങ്ങളോ സംഘാടകർ നൽകാതിരിക്കുന്നു. ഇരു വിഭാഗങ്ങളുടെ അനുയായികളും സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ഇരു സംവാദകർക്കടക്കം എതിരെ രൂക്ഷമായ കുപ്രചരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പാറി നടക്കുന്നു. സംവാദത്തിൻ്റെ മുന്നത്തെ ദിവസം വരെ എം അക്ബർ സാഹിബ് സംവാദവേദിയിൽ എത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കുപ്രചരണം നടത്തുന്നു. അങ്ങനെ 2021 ജനുവരി 9 ആ സംവാദം നടക്കുക തന്നെ ചെയ്തു. സമൂഹത്തിൽ നിഷ്പക്ഷരായി ഇരിക്കുന്ന ആളുകളും സ്വതന്ത്രമായി ചിന്തിക്കുന്നവരും എം അക്ബർ സാഹിബ് ഏറ്റെടുത്ത വെല്ലുവിളിയോട് പൂർണ്ണമായി നീതി പുലർത്തിക്കൊണ്ട് വിഷയം അവതരിപ്പിച്ചും പ്രസക്തമായ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും സംവാദത്തിൽ ആധിപത്യം നേടിയെന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇപ്പോഴും തങ്ങളുടെ സ്വതസിദ്ധമായ ശൈലികളിൽ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയിൽ നാസ്തിക പക്ഷത്തു നിന്ന് സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ കഴിവുള്ള ചില വ്യക്തിത്വങ്ങളെ കൂടെ പങ്കെടുപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി ചില ആളുകളെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യരായ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ, ഡോക്ടർ അബ്ദുള്ള ബാസിൽ CP, ഷജീർ പുളിക്കൽ, അബ്ദുൽ മുഹസിൻ, ഡോക്ടർ അനിൽ മുഹമ്മദ്, അബ്ദുൽ അസീസ് പൊന്മുണ്ടം, ഡോക്ടർ ജാബിർ അമാനി, മുഹമ്മദ് ഫാരിസ് PU എന്നിവരാണ്. ആദ്യമായി ഈ സംവാദത്തിൻ്റെ ജയപരാജയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ സംവാദത്തിൻ്റെ നാൾ വഴികളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നും
സംവാദം നടന്നത് ജനാധിപത്യ മര്യാദകൾ പാലിച്ചായിരുന്നുവോ എന്നും വിലയിരുത്തുകയാണ് ബഹുമാനായ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം ഭംഗിയായി കലാശിച്ച ഇസ്ലാം നാസ്തികത സംവാദത്തിൻ്റെ ജയപരാജയങ്ങൾ സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ സംവാദത്തിൻ്റെ നാളുവഴികളെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡ് ആരംഭിക്കുന്ന കാലം മുതൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആരംഭിച്ച സോഷ്യൽ മീഡിയയിലെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ചർച്ചകൾ, ഇസ്ലാമിന് നേരെ, വിശുദ്ധ ഖുർആന് നേരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒട്ടനേകം ആരോപണങ്ങൾ, വിമർശനങ്ങൾ, അവയ്ക്കെല്ലാം മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരും അതുപോലെ പ്രവർത്തകന്മാരുമൊക്കെ വളരെ കൃത്യമായ വ്യക്തമായ മറുപടികൾ പ്രമാണബദ്ധമായി യുക്തിഭദ്രമായി തന്നെ നൽകി പോന്നിട്ടുണ്ട്. എന്നാൽ ഈ ചർച്ചകൾ മുന്നോട്ട് പോകവേ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലെ ഗോത്രവർഗങ്ങൾക്ക് വേണ്ടി അക്കാലത്ത് ജീവിച്ച മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ സ്വയം രചിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു കൃതിയാണ് എന്നും അതിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസങ്ങളും ആദർശങ്ങളും ആശയങ്ങളും ധാർമ്മികതയുമൊക്കെ ആ കാലഘട്ടത്തിലേക്ക് മാത്രം ചേർന്ന വിഷയങ്ങളാണ് എന്നുമുള്ള ഒരു വാദഗതിയാണ് ഇവിടുത്തെ നാസ്തിക യുക്തിവാദികളിൽ നിന്ന് നമ്മൾ കേട്ടു തുടങ്ങിയത്. സ്വാഭാവികമായും വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിന് ധാർമ്മികതയും നീതിബോധവും സത്യസന്ധതയും ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണമായ ജീവിത ദർശനം തന്നെ സമർപ്പിക്കുമ്പോൾ ആ ഒരു ദർശനം ദൈവികമാണ് എന്നും അത് മനുഷ്യ സൃഷ്ടിയല്ല എന്നുമൊക്കെ ബോധ്യപ്പെടുത്തുമാറ് വിവിധ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ പഠന ഗവേഷണങ്ങൾ ചെന്നെത്തുന്ന ശാസ്ത്രീയമായ പല സത്യങ്ങളും അതിലേക്കുള്ള വഴിയടയാളങ്ങളുമൊക്കെ വിശുദ്ധ ഖുർആനിൽ ധാരാളമായി കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഖുർആനിൽ പ്രതിപാദിക്കുന്ന ശാസ്ത്ര വിഷയങ്ങൾ. യഥാർത്ഥത്തിൽ ഖുർആൻ ഒരു ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഗ്രന്ഥമല്ല എന്നുള്ളത് മുസ്ലിം സമൂഹത്തിനും ഇതര സഹോദരങ്ങൾക്കുമൊക്കെ വളരെ കൃത്യമായി ധാരണയുള്ള വിഷയം തന്നെയാണ്. എന്നാൽ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ശാസ്ത്ര വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ചില വഴിയടയാളങ്ങൾ മാത്രമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഉന്നയിച്ചുകൊണ്ട് ഖുർആനിൻ്റെ അജയ്യത ബോധ്യപ്പെടുത്തുവാൻ മുസ്ലിം പണ്ഡിതന്മാർ ശ്രമിച്ചപ്പോൾ അതിനെ മറികടക്കാനെന്ന വ്യാജേന, അല്ലെങ്കിൽ അതിനുവേണ്ടി എ ജബ്ബാർ എന്ന് പറയുന്ന യുക്തിവാദികളുടെ നേതാവ് കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരിക്കുന്ന വെല്ലുവിളി, ആ വെല്ലുവിളി നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. 6-ാം നൂറ്റാണ്ടിലെ നാടോടികളായിരിക്കുന്ന അറബികളുടെ അറിവിൽപ്പെടാത്ത എന്തെങ്കിലും വിഷയങ്ങൾ, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടങ്ങളിൽ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, അങ്ങനെയുള്ള എന്തെങ്കിലും അറിവുകൾ വിശുദ്ധ ഖുർആനിലുണ്ട് എന്നു തെളിയിച്ചാൽ ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി വീണ്ടും ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ്, ഞാൻ ഇതുവരെ പറഞ്ഞു വച്ചതും ചെയ്തു വച്ചതുമൊക്കെ മാപ്പ് ചോദിക്കുവാനും തിരുത്തുവാനും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജബ്ബാർ മാഷി രംഗത്ത് വരികയും അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഞാനടക്കമുള്ള ഒട്ടനേകം ആളുകൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സംസാരങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ അവയിൽ ഒന്നിനോട് പോലും ക്രിയാത്മകമായി, താത്വികമായി, പ്രമാണബദ്ധമായി, യുക്തിഭദ്രമായി പ്രതികരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം മൊത്തത്തിൽ
ഇതൊന്നും പിന്നെ പിൽക്കാലത്ത് വന്നതല്ല, അക്കാലത്ത് തന്നെ അറിവുള്ളതാകുന്നു എന്നൊക്കെ പറഞ്ഞു വിടുക എന്നല്ലാതെ ഒന്നും ഉദ്ധരിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു ജബ്ബാർ മാഷ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്, ഞങ്ങളിവിടെ ഉന്നയിച്ചിരിക്കുന്ന ഇന്ന ഇന്ന വിഷയങ്ങൾ അക്കാലത്തെ അറബികൾക്ക് അറിവില്ലാത്തതും നാടോടി കഥകളിലോ ബാബിലോണിയൻ കഥകളിലോ ഒന്നും ഇല്ലാത്തതുമാണ് എന്ന് ഞങ്ങൾ പറയുന്നു. എന്നാൽ പിൽക്കാലത്ത് കണ്ടെത്തിയിരിക്കുന്ന ഈ വിഷയങ്ങൾ ഖുർആനിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയുമാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ അക്കാലത്തെ നാടോടികളുടെ അറിവിൽപ്പെട്ടതാണ്, ബാബിലോണിയൻ കഥകൾ ഉള്ളതാണ് എന്ന് താങ്കൾക്ക് വാദമുണ്ട് എങ്കിൽ അത് തെളിയിക്കുവാൻ താങ്കൾ തയ്യാറാവണം. അങ്ങനെ ഏതെങ്കിലും രേഖകളിൽ നിന്ന്, കൃതികളിൽ നിന്ന് നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു സംവാദം തന്നെ ഈ വിഷയത്തിൽ നടത്തുവാൻ കൂടി നമ്മൾ തയ്യാറായിരിക്കും എന്ന വിഷയവും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷെ അതിനോടൊന്നും കൃത്യമായി പ്രതികരിക്കാതെ അദ്ദേഹം പിന്നീട് ഒരു വെല്ലുവിളിയുടെ രൂപത്തിലേക്ക് വരികയാണ് ചെയ്തത്. ആ വെല്ലുവിളിയുടെ രൂപത്തെ ന്യായീകരിക്കുവാനും അതിനെ വിശദീകരിക്കുവാനും വേണ്ടിയാണ് ഈ സംവാദത്തിൻ്റെ 1 മണിക്കൂർ വിഷയാവതരണത്തിൽ 3/4 മണിക്കൂറിലധികം സമയം അദ്ദേഹം ചെലവഴിച്ചത് എന്നുള്ളത് മനസ്സിലാകുമ്പോൾ തന്നെ അവിടെ ഒക്കെ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളുടെ മർമ്മം നമുക്ക് ബോധ്യമാകും. എന്തായിരുന്നാലും അങ്ങനെ പല ഘട്ടങ്ങൾ കടന്നു വന്ന് ഈ സംവാദത്തിൻ്റെ വെല്ലുവിളി എം അക്ബർ ഏറ്റെടുക്കുകയും മറ്റുള്ള എല്ലാ പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ അതിന് സ്വയം സന്നദ്ധരാവുകയും, എന്നാൽ അക്ബർ സാഹിബ് അത് പറഞ്ഞപ്പോൾ ജബ്ബാർ മാഷും അത് അംഗീകരിക്കുകയും ചെയ്ത് അങ്ങനെയാണ് ഈ സംവാദത്തിലേക്ക് എത്തിയിട്ടുള്ളത്. സംവാദത്തിലേക്ക് എത്തിയ ശേഷം പിന്നീട് അതിൽ നിന്ന് പല നിലക്കുള്ള സംസാരങ്ങളും ഉണ്ടാവുകയും അതിനെ വഴിമാറ്റിവിടുവാനും വിഷയം മാറ്റുവാനും ഒക്കെയുള്ള പല ശ്രമങ്ങൾ നടന്നത് നമുക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്നാൽ ഇങ്ങനെ ഉള്ള ഈ ഒരു രൂപത്തിലാണ് ഈ സംവാദം കടന്നു വന്നത്. എന്തൊക്കെയാണെങ്കിലും അവസാന ഘട്ടത്തിൽ ഒഴിഞ്ഞുമാറാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ ഒരു വ്യക്തമായ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഈ സംവാദം നടന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. എന്തായിരുന്നാലും ഇതിൽ പങ്കെടുക്കുകയും ഇത് സംഘടിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്തിരിക്കുന്ന ആളുകൾക്കൊക്കെ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ അജയ്യത വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചിരിക്കുന്ന നല്ലൊരവസരമായിരുന്നു ഇത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത്രയുമാണ് ഈ വിഷയമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇവിടെ വന്ന മറ്റൊരു വിഷയം, ഇതിൽ ജനാധിപത്യ രീതി പൂർണ്ണമായും കൈക്കൊണ്ടിരുന്നുവോ അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വിരുദ്ധമായിരിക്കുന്ന സമീപനങ്ങളായിരുന്നുവോ എന്നതാണ്. നമുക്കറിയാം, ഇതിലെ ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിഷയാവതരണങ്ങൾക്കും സംസാരങ്ങൾക്കുമുള്ള സമയക്രമം അത് ഏറെക്കുറെ തുല്യമായിരുന്നു എന്നത് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും ഏകപക്ഷീയമായിട്ട് മാത്രമാണ് നിർവഹിക്കപ്പെട്ടത് എന്നതാണ് അതിൻ്റെ വസ്തുത. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു ഇതിന് നേരത്തെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മോഡറേറ്റർ. അദ്ദേഹത്തിൻ്റെ പക്ഷപാതപരമായിരിക്കുന്ന സമീപനങ്ങൾ മുൻ അനുഭവങ്ങളിലൂടെ നമ്മളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒരു വേള അദ്ദേഹം തന്നെ സ്വയം ഈ സംവാദത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പുതിയ ഒരു മോഡറേറ്റർ വരികയും എന്നാൽ അദ്ദേഹവും യുക്തിവാദി സംഘത്തിൻ്റെ തന്നെ ആളായിരുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുകയും ചെയ്തത്. അദ്ദേഹം ആ സംവാദത്തിൻ്റെ അവസാനത്തിൽ നടത്തിയിരിക്കുന്ന അതിൻ്റെ കൺക്ലൂഷൻ, അതിൽ പോലും കൃത്യമായി ജബ്ബാർ മാഷക്ക് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ കൃത്യമായി ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന വസ്തുത മനസ്സിലാക്കിയിട്ട് പോലും അത് തുറന്നു പറയാതെ ഇവിടെ സംവാദങ്ങളിൽ ജയിക്കുക പരാജയപ്പെടുക എന്നൊരു വിഷയമില്ല എന്ന നിലക്ക് മെല്ലെ പറഞ്ഞൊഴിവാകുവാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതുപോലെ ഒരു സംവാദത്തിൻ്റെ മോഡറേറ്റർ എങ്ങനെ ആയിക്കൂടാ എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ഈ സംവാദത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മോഡറേറ്റർ എന്ന് മാത്രമാണ് ഈ വിഷയകമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതാണ് അതിൻ്റെ വസ്തുത. അഥവാ ജനാധിപത്യ രീതി പൂർണ്ണമായി പാലിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പാലിച്ചിട്ടില്ല എന്നതാണ് ഏകപക്ഷീയമായി തന്നെ ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത്രയുമാണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത്. കാര്യങ്ങൾ നമ്മൾ യഥാവിധി മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനായ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കലിന് റേഡിയോ ഇസ്ലാമിൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. എന്നിരുന്നാലും പല വിമർശനങ്ങൾക്കിടയിൽ നിന്നും സംവാദം നടന്നു കഴിഞ്ഞു.
ഒരു വെല്ലുവിളിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സംവാദം എന്ന രീതിയിൽ പ്രാഥമികമായി പരിശോധിക്കേണ്ട കാര്യം, ആ സംവാദത്തിൽ വെല്ലുവിളിക്ക് മറുപടിയായിക്കൊണ്ട് ഇസ്ലാമിക പക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന എം അക്ബർ ആധികാരികമായി മറുപടി പറഞ്ഞുവോ എന്നുള്ളതാണ്. എം അക്ബർ ജബ്ബാർ മാഷിൻ്റെ വെല്ലുവിളിക്ക് അനുയോജ്യമായ മറുപടി നൽകിയോ എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്നും പരിശോധിക്കുന്നു ബഹുമാനായ ഡോക്ടർ അബ്ദുള്ള ബാസിൽ CP. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എം അക്ബർ സാഹിബ് സംവാദത്തിൽ ജബ്ബാറിൻ്റെ വെല്ലുവിളിക്ക് അനുയോജ്യമായ മറുപടി നൽകിയോ, അല്ലെങ്കിൽ തൻ്റെ വിഷയാവതരണത്തിൽ അദ്ദേഹം വിഷയത്തോട് നീതി പുലർത്തിയോ ഇല്ലേ എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇക്കാര്യത്തിൽ യുക്തിവാദികൾക്ക് പോലും ഒരു വേള ജബ്ബാറിന് പോലും സംശയമുണ്ടാകാൻ ഇടയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സംവാദത്തിലും അതിനുശേഷവുമെല്ലാം യുക്തിവാദി സുഹൃത്തുക്കൾ എം അക്ബർ സാഹിബിനെ പല രൂപത്തിൽ എതിർക്കുകയും വിമർശിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും തൻ്റെ വിഷയത്തോട് നീതി പുലർത്തിയില്ല, അല്ലെങ്കിൽ അവിടെ അവതരിപ്പിച്ച കാര്യം അത് ആധികാരികമല്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനം അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ സംവാദം കേൾക്കുന്ന ഏതൊരാളും വസ്തുനിഷ്ഠമായി പരിശോധിച്ച് വിഷയാധിഷ്ഠിതമായി കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടി സംവാദം കേട്ട ഏതൊരാളും അക്കാര്യം അംഗീകരിക്കും എന്നുള്ളതാണ് വസ്തുത. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേവലം എന്തെങ്കിലും ഒന്ന് അവതരിപ്പിച്ചു പോകുക എന്നതിനപ്പുറത്ത് ആദ്യം തന്നെ ജബ്ബാറിൻ്റെ വെല്ലുവിളി എല്ലാവരെയും കേൾപ്പിച്ചുകൊണ്ടാണ് എം അക്ബർ സാഹിബ് അദ്ദേഹത്തിൻ്റെ വിഷയാവതരണം തുടങ്ങുന്നത് തന്നെ. നമ്മളെല്ലാവരും 100 തവണ കേട്ടതാണ്. എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്, 6-ാം നൂറ്റാണ്ടിലെ അഥവാ ഖുർആനിൻ്റെ അവതരണ കാലഘട്ടത്തിലുള്ള അറബികൾക്ക്, നാടോടികളായ അറബികൾക്ക് അറിയാത്ത, പിന്നീട് ശാസ്ത്രം കണ്ടെത്തിയ എന്തെങ്കിലും ഒരു അറിവ് ഖുർആനിലുണ്ടെന്ന് തെളിയിച്ചാൽ തൻ്റെ വിമർശന തൊഴിൽ അവസാനിപ്പിക്കുമെന്നും താൻ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകും എന്നുമുള്ള ജബ്ബാറിൻ്റെ വെല്ലുവിളിയായിരുന്നു സംവാദത്തിൻ്റെ അടിസ്ഥാനം. ആ വെല്ലുവിളി എല്ലാവരെയും കേൾപ്പിക്കുക മാത്രമല്ല, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം എന്താണ് എന്നുള്ളത് 1, 2, 3 എന്നിങ്ങനെ പോയിന്റ് ഇട്ടുകൊണ്ട് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് എം അക്ബർ സാഹിബ് അദ്ദേഹത്തിൻ്റെ വിഷയാവതരണത്തിലേക്ക് കടക്കുന്നത്. അതായത് തന്നെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഖുർആനിൽ നിന്ന് ഒരു അറിവ് സമർത്ഥിക്കണം. ആ അറിവ് എന്തായിരിക്കണം? 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് അറിയാത്ത ഒരു കാര്യമായിരിക്കണം. മാത്രവുമല്ല, ആ അറിവ് ആധുനിക ശാസ്ത്രം സ്ഥിരീകരിച്ച അല്ലെങ്കിൽ പുതുതായി കണ്ടെത്തിയ ഒരു കാര്യം കൂടിയായിരിക്കണം. അതും പോരാ, അത് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയായിരിക്കണം. ഇങ്ങനെയുള്ള 4 ക്രൈറ്റീരിയകൾ അടങ്ങിയ ഒരു കാര്യമാണ് താനിവിടെ സമർത്ഥിക്കേണ്ടത് എന്ന് ആദ്യം തന്നെ എല്ലാവർക്കും സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിഷയാവതരണത്തിലേക്ക് കടക്കുന്നതും ഇന്ന് നമ്മളെല്ലാവരും കേരളം മുഴുക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൻ നൂറിലെ 40-ാമത്തെ ആയത്ത് അദ്ദേഹം എല്ലാവരെയും കേൾപ്പിക്കുന്നതും ഔകല്ലുലുമാത്തിൻ ഫി ബഹ്രിൽ ലുജ്ജിയിൻ എന്ന് തുടങ്ങുന്ന ആയത്ത് കേൾപ്പിക്കുകയും അതിൻ്റെ അർത്ഥം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയുമാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. അർത്ഥം കാണിച്ചു എന്ന് മാത്രമല്ല, ആ അർത്ഥം പോലും സ്വന്തം വകയായിക്കൊണ്ട് തൻ്റെ കയ്യിൽ നിന്നെടുത്തിട്ടുള്ള ഒരു അർത്ഥമല്ല എന്നും അറബിക് ഇംഗ്ലീഷ് ലെക്സിക്കോണുകളിൽ നിന്നാണ്, അതിനെ അവലംബിച്ചുകൊണ്ടാണ് താൻ ഇതിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുകയും ആ 8 വാള്യങ്ങളടങ്ങിയ അറബിക് ഇംഗ്ലീഷ് ലെക്സിക്കോണിൻ്റെ പുസ്തകങ്ങൾ 8 വാള്യങ്ങളും ആ സംവാദവേദിയിലുള്ള ടേബിളിൽ അവിടെ സമർപ്പിക്കുകയും ആർക്കു വേണമെങ്കിലും ഇത് പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബാക്കി ഭാഗത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ ആ ഒരു ആയത്ത് ഉദ്ധരിച്ചു, അതിൻ്റെ അർത്ഥം കാണിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ചെയ്തത് ആ ആയത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് പ്രകടമായ തരത്തിൽ തന്നെ ലഭിക്കുന്ന 4 ഭൗതികമായ അറിവുകൾ ലിസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. നമ്മളെല്ലാവരും കേട്ടതാണ്. 1-ാമത്തെ കാര്യം, ആഴക്കടലിൽ അന്ധകാരങ്ങളുണ്ട്, ഇരുട്ടുകളുണ്ട് എന്നുള്ള കാര്യം 1-ാമത്തെ അറിവ്. 2-ാമത്തെ കാര്യം, ആ ആഴക്കടലിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു തിരമാലയുണ്ട്, അതായത് ഇൻറ്റേർണൽ വേവ്സ് ഉണ്ട് എന്നുള്ള കാര്യം 2-ാമത്തെ അറിവ്. മാത്രവുമല്ല, ആഴക്കടലിലെ ഇരുട്ടുകൾ അത് പടിപടിയായി അല്ലെങ്കിൽ അട്ടിയട്ടിയായിക്കൊണ്ട് ഒന്നിനുമീതെ മറ്റൊന്നായ രൂപത്തിലാണ് എന്നുള്ള 3-ാമത്തെ അറിവ്. 4-ാമത്തെ അറിവായിക്കൊണ്ട് ആ ആഴക്കടലിലെ ഇരുട്ടിൽ ഒരാൾ തൻ്റെ കൈ പുറത്തെടുത്താൽ സ്വന്തം അവയവം പോലും കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ഇരുട്ടാണ് ആഴക്കടലിൻ്റെ ഇരുട്ട് എന്നുള്ള
നാലാമത്തെ അറിവ്. ഈ 4 അറിവുകളും അദ്ദേഹം അവിടെ സമർത്ഥിച്ചു. മാത്രവുമല്ല, ഈ അറിവുകളെല്ലാം ആധുനിക ശാസ്ത്രവുമായി 100% യോജിച്ചു പോകുന്നതാണ് എന്ന് പറയാൻ വേണ്ടി ഏറ്റവും പുതിയ പഠനങ്ങൾ തന്നെ, ശാസ്ത്രരംഗത്തുള്ള ഏറ്റവും പുതിയ ആധികാരികമായ പഠനങ്ങൾ തന്നെ സമർപ്പിക്കുകയും അദ്ദേഹം ചെയ്തു. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ വീഡിയോകളും അതുപോലെ തന്നെ പഠനങ്ങളുടെ കാര്യങ്ങളുമെല്ലാം ആ സംവാദ വേദിയിൽ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വിഷയാവതരണം നടത്തിയത്. മാത്രവുമല്ല, ഇതുകൊണ്ടും അവസാനിച്ചില്ല. ഇങ്ങനെ ഒരു അറിവുണ്ട് എന്ന് സമർത്ഥിച്ചു, അതിനുശേഷം ഇത് ശാസ്ത്രീയമാണ് എന്ന് സമർത്ഥിച്ചു. അതുകൊണ്ടും അവസാനിക്കുന്നില്ല, ഇത് അറബികൾക്കറിയാത്ത ഒരു കാര്യമായിരുന്നു എന്നുകൂടി സമർത്ഥിക്കേണ്ടതുണ്ടായിരുന്നു. അതിനായി ഓഷ്യനോഗ്രാഫിയുടെ അല്ലെങ്കിൽ സമുദ്ര ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഒരു നാൾ വഴികൾ കൂടി അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. എപ്പോഴാണ് ഈ ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ഇൻറ്റേർണൽ വേവ്സ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട് എന്നുമെല്ലാം നമ്മളെപ്പോഴാണ് പഠിച്ചത്, നമ്മളെപ്പോഴാണ് കണ്ടെത്തിയത് എന്നുള്ളതിൻ്റെ ഏതാനും ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലുമൊക്കെ ആയിട്ടാണ് നമ്മളത് മനസ്സിലാക്കിയത് എന്നുള്ള കാര്യവും വളരെ വ്യക്തമായിക്കൊണ്ട് അദ്ദേഹം അവിടെ സമർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ സമർത്ഥിച്ചതിന് ശേഷം എതിർ സംവാദകനായ E.A. ജബ്ബാറിനോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു, ഞാൻ നിങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു, അത് ഇവിടെ സമർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് എന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഒന്നുകിൽ ഈ അറിവുകൾ തെറ്റാണെന്ന് സമർത്ഥിക്കുക, ഇത് ആധുനിക ശാസ്ത്രവുമായി യോജിച്ചു പോകുന്നതല്ല എന്ന് സമർത്ഥിക്കുക, അതല്ലെങ്കിൽ ഈ കാര്യം അറബികൾക്ക് അറിയാവുന്ന കാര്യമായിരുന്നു എന്നും സമർത്ഥിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് വിഷയത്തോട് നീതി പുലർത്താൻ എന്ന് അദ്ദേഹം പറയുകയും പിന്നീട് അതിന് ശേഷം നടന്നത് എന്താണ് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. E.A. ജബ്ബാർ ആ വിഷയത്തിൽ പോലും തൊടാതെ അദ്ദേഹത്തിൻ്റെ 1ാം ഖണ്ഡന സമയത്ത് അദ്ദേഹം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ള പ്രസൻറ്റേഷൻ വീണ്ടും ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളതും. പിന്നെ 2ാമത്തെ ഘട്ടത്തിലും അദ്ദേഹം ചില മറുപടികൾ പറയാൻ ശ്രമിച്ചു. അത് ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ട് എന്ന് സമർത്ഥിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ MM അക്ബർ സാഹിബ് അത് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ആ ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അതിൽ ഈ പറഞ്ഞ 4 അറിവിൽ ഒന്നുപോലും ആ വചനങ്ങളിൽ ഇല്ല എന്നുള്ളതും E.A. ജബ്ബാർ ബൈബിളിനെ തന്നെ ദുർവ്യാഖ്യാനിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നും അദ്ദേഹം സമർത്ഥിക്കുകയുണ്ടായി. ആ രൂപത്തിൽ വിഷയത്തോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ട് E.A. ജബ്ബാറിൻ്റെ വെല്ലുവിളി എന്താണോ അത് വളരെ വ്യക്തമായിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ടായിരുന്നു MM അക്ബർ സാഹിബിൻ്റെ അവതരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വേള യുക്തിവാദികൾക്ക് പോലും അക്കാര്യത്തിൽ സംശയമുണ്ടാവുകയില്ല. പിന്നെ സംവാദ ശേഷം യുക്തിവാദികൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, അതായത് കടലിനകത്ത് ഇരുട്ടായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയില്ലേ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ മനോനിലയെ ചൂണ്ടിക്കാണിക്കുന്നതാണ്, സൂചിപ്പിക്കുന്നതാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 200 മീറ്ററോളം കടലിൽ പ്രകാശങ്ങളുള്ള മേഖലയാണ് എന്ന് ശാസ്ത്രം പറയുമ്പോൾ അതല്ല എന്ന് പറയണമെങ്കിൽ ശാസ്ത്രവിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് അത്തരം ചില പ്രതികരണങ്ങളോട് നമുക്ക് പ്രതികരിക്കാനുള്ളത്. ഏതായാലും വെല്ലുവിളി വളരെ കൃത്യമായി ഏറ്റെടുക്കപ്പെട്ട സ്ഥിതിക്ക് E.A. ജബ്ബാറിന് സത്യസന്ധതയില്ല എന്നും തൻ്റെ വെല്ലുവിളിയിൽ പോലും ആത്മാർത്ഥതയില്ല എന്നുമാണ് ഈ ഒരു സംവാദത്തോടുകൂടി വളരെ വ്യക്തമായി തെളിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കുവാനും ഖുർആനിൻ്റെ അമാനുഷികതയും അതുപോലെ തന്നെ അതിൻ്റെ സർവകാലികതയും എല്ലാവർക്കും ബോധ്യപ്പെടാനും ഈ സംവാദം ഉപകരിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അൽഹംദുലില്ലാ വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഡോക്ടർ അബ്ദുള്ള ബാസിൽ CPക്ക് റേഡിയോ ഇസ്ലാമിൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. MM അക്ബറിനെ പോലെ തന്നെ സംവാദത്തിൽ മണിക്കൂറുകളോളം സംസാരിച്ച വ്യക്തിയാണ് E.A. ജബ്ബാർ മാസ്റ്റർ. അദ്ദേഹം മുന്നേ തയ്യാറാക്കി കൊണ്ടുവന്നിരുന്ന തൻ്റേതായിട്ടുള്ള PPT ഫയൽ പ്ലേ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും MM അക്ബർ സാഹിബ് വിഷയം അവതരിപ്പിച്ചതിന് ശേഷവും തൻ്റേതായ രീതിയിൽ മാത്രം സംസാരിക്കുകയുമാണ് ചെയ്തത് എന്നുള്ളത് സംവാദം വീക്ഷിച്ച ആർക്കും സുവ്യക്തമായ കാര്യമാണ്. ഈ അവസരത്തിൽ സംവാദത്തിലെ E.A. ജബ്ബാറിൻ്റെ സംസാരം എത്രത്തോളം ആധികാരികവും വിഷയാധിഷ്ഠിതവുമായിരുന്നു എന്നതും സമൂഹത്തിൽ ചിലരെങ്കിലും അദ്ദേഹത്തിന് നൽകിയ സ്ഥാനത്തോട് കൂറുപാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും വിശകലനം ചെയ്യുന്നു ഷജീർ പുളിക്കൽ. പ്രിയപ്പെട്ട റേഡിയോ ഇസ്ലാമിന്റെ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എൻ്റെ പേര് ഷജീർ പുളിക്കൽ എന്നാണ്. എന്നോട് റേഡിയോ ഇസ്ലാമിന്റെ ഭാരവാഹികൾ എന്നോട് ചോദിച്ചിരിക്കുന്നത്, എൻ്റെ ഒരു അഭിപ്രായം എന്നവണ്ണം ചോദിച്ചിരിക്കുന്നത് ഇതാണ്: സംവാദത്തിൽ E.A. ജബ്ബാറിന്റെ സംസാരം എത്രത്തോളം ആധികാരികവും വിഷയാധിഷ്ഠവുമായിരുന്നു?
സമൂഹത്തിൽ ചിലരെങ്കിലും അദ്ദേഹത്തിന് നൽകിയ സ്ഥാനത്തോട് കൂറു പുലർത്താൻ അദ്ദേഹത്തിന് ആയോ എന്നതാണ് റേഡിയോ ഇസ്ലാം ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ചോദ്യത്തിന് ആ ഒരു സംവാദം കണ്ട ആർക്കും ഇതിനുള്ള മറുപടി അത് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഞാൻ ആ വിഷയം എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോക്ക് താഴെ വന്ന ഒരു കമന്റ് വളരെ രസകരമായി തോന്നി. ആ കമന്റ് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാവും എന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ ആ കമന്റ് എടുത്ത് കാണിക്കുകയാണ്. ഇങ്ങനെയാണ് ആ കമന്റ് വന്നേക്കുന്നത്. അതായത് ഇ എ ജബ്ബാർ സയൻസ് പഠിക്കാനായിട്ട് ഒരു ടീച്ചറുടെ അടുത്ത് ചെല്ലുമ്പോഴുള്ള ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒരു സഹോദരൻ ഭാവനയിലൂടെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. സംവാദം കഴിഞ്ഞു, അല്പമെങ്കിലും സയൻസ് ഒക്കെ പഠിച്ച് തുടങ്ങാം എന്ന് വിചാരിച്ച് സയൻസ് ക്ലാസ്സിൽ കയറിയ ജബ്ബാർ മാഷ്, ടീച്ചർ എനിക്കല്പം ശാസ്ത്രം പഠിപ്പിച്ചു തരാമോ, നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പ്ലീസ്, ജബ്ബാർ പറയാണ് ടീച്ചറോട്. അപ്പോ ടീച്ചർ പറയാണ് ഓക്കെ, ഇന്ന് നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടന്റെ 3ാം ചലന നിയമം നമുക്ക് പഠിക്കാം. അതിലെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ ആ ഒരു ലോ ആണ്. അപ്പോൾ അത് ആ ടീച്ചർ സയൻസ് ക്ലാസ്സിൽ ജബ്ബാർ മാഷിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇത് കേട്ട ജബ്ബാർ മാഷ്, ഇതെന്ത് കാര്യം, ഇത് പ്രാകൃത ഗോത്രവർഗ നാടോടികൾക്ക് പോലും അറിയാവുന്ന കാര്യമല്ലേ, അടി കൊടുത്താൽ തിരിച്ചടി കിട്ടുമെന്ന്, ഇതൊക്കെ സയൻസ് ആണോ? അതായത് ഒരാൾക്ക് അടി കിട്ടി കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടും എന്നുള്ളത് 6ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ പിന്നെ ന്യൂട്ടൺ വന്നിട്ട് ന്യൂട്ടന്റെ ഈ പറഞ്ഞ പോലെ തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ലോ അവതരിപ്പിക്കുന്നത് അതൊക്കെ സയൻസ് ആണോ? അടിച്ച തിരിച്ചടിക്കുന്നുള്ളത് ഏതൊരാൾക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ടീച്ചറോട് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പൊ ടീച്ചർ ആകെ അന്താളിച്ചു പോയി. അപ്പൊ ടീച്ചർ ജബ്ബാർ മാഷിനോട് പറയാണ്, നിങ്ങൾക്ക് ബേസിക് വരെ വളരെ വീക്കാണല്ലേ, നമുക്കെന്നാ അല്പം ലളിതമായ സയൻസ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ടീച്ചർ കുറച്ചും കൂടി ലളിതമായ സയൻസ് ജബ്ബാർ മാഷിനെ പഠിപ്പിക്കുകയാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു. ഇതിന് ഗ്രാവിറ്റേഷണൽ ലോ എന്നത് വച്ചതുകൊണ്ട് വിവരിക്കാം. ഇത് ആദ്യമായി കണ്ടുപിടിച്ചതും ന്യൂട്ടൺ തന്നെയാണ്. ഒരു ആപ്പിൾ തലയിൽ വീണപ്പോൾ ന്യൂട്ടൺ അതിനെപ്പറ്റി ചിന്തിച്ചു. 1687 യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ചു. ഇതാണ് പ്ലാനറ്റ് മോഷൻ അടക്കമുള്ള പല പ്രതിഭാസങ്ങളും വിശദീകരിക്കാൻ ഇന്നും സഹായിക്കുന്നത്. അപ്പൊ ടീച്ചർ ആ കൃത്യമായ ന്യൂട്ടന്റെ ആ ഗ്രാവിറ്റേഷൻ കൃത്യമായിട്ട് വിവരിച്ച് പോരെയാണ്. അപ്പൊ ഇത് കേട്ടിട്ടും ജബ്ബാർ മാഷ് പറയുന്നത്, അയ്യേ ഇത് ആപ്പിൾ താഴേക്ക് വീഴുന്ന കാര്യമൊക്കെ നാടോടികൾക്ക് പോലും അറിയുന്ന കാര്യമല്ലേ, ഇതൊന്നും സയൻസ് അല്ലല്ലോ. അപ്പൊ ജബ്ബാർ അതും സമ്മതിക്കുന്നില്ല. അപ്പൊ ഇത് സയൻസ് അല്ല, ഇതൊക്കെ ആപ്പിൾ വീണ് കഴിഞ്ഞാൽ താഴത്തേക്ക് വീഴുന്നുള്ളത് 6ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് പോലും അറിയുന്ന കാര്യമല്ലേ. ആപ്പിളും മുന്തിരിയൊക്കെ ഉണ്ടായ കാലം മുതൽക്കേ താഴേക്ക് തന്നെയല്ലേ വീണുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ ആർക്കെങ്കിലും അറിയാത്ത കാര്യമാണോ? ടീച്ചർ അതോടുകൂടിയിട്ട് സൈലന്റ് ആയി. ഇതാണ് ഒരു സഹോദരൻ അദ്ദേഹം ഭാവനയിലൂടെ സയൻസ് പഠിക്കാൻ ചെന്ന ജബ്ബാർ മാഷിനെ വിവരിച്ച് കാണിക്കുന്നത്. ഇതിൽ നമുക്ക് ആ സംവാദവുമായിട്ട് നല്ല കണക്ടിവിറ്റി നമുക്ക് കാണാൻ സാധിക്കും. കാരണം അക്ബർ സാഹിബ് അവിടെ വന്നുകൊണ്ട് കൃത്യമായിട്ട് ഖുർആന്റെ വചനം ഓരോ വേർഡ് ബൈ വേർഡായിട്ട് ഓരോ ആയത്തുകൾ വച്ചുകൊണ്ടാണ് അദ്ദേഹം വിവരിക്കുന്നത്. കൃത്യമായിക്കൊണ്ട് ബഹർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ബഹറുൽ ലുജീം എന്ന് പറഞ്ഞത് അദ്ദേഹം കൃത്യമായിക്കൊണ്ട് അത് ആഴക്കടൽ, ഡീപ് സീ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഡിക്ഷണറി പോലും ജബ്ബാറിന്റെ മേശപ്പുറത്ത് വെച്ചിട്ടാണ് അക്ബർ സാഹിബ് സംസാരിക്കുന്നത്. തുടർന്ന് അതിന്റെ സയൻസ് വിശദീകരിക്കുമ്പോൾ നാസയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം എടുത്ത് കാണിച്ചുകൊണ്ട് ജബ്ബാർ മാഷിനോട് ഈ ഒരു വിഷയം അവതരിപ്പിക്കുകയാണ്. തുടർന്ന് ജബ്ബാർ മാഷ് വന്ന് ഈ ടീച്ചറോട് പറഞ്ഞ പോലെ തന്നെ ഈ കടലിന്റെ അടിയിൽ അന്ധകാരം ഉണ്ടെന്നൊക്കെ ഉള്ള 6ാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എന്ത് പറയാനാണ് ഇതിനെ പറ്റിയിട്ട്? അക്ബർ സാഹിബ് ഇത്രയും നാളെടുത്ത് കൃത്യമായ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കി വന്നിട്ട് ജബ്ബാർ മാഷ് അതിനോട് നീതി പുലർത്തിയോ എന്നതാണ് എന്നോട് ചോദ്യം. നീതി പുലർത്തിയെങ്കിൽ അദ്ദേഹം ചെയ്തത് ആ വചനങ്ങൾ ഇന്നതല്ല അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ടുള്ള രേഖ ഉൾപ്പെടെ പറയണമായിരുന്നു. അല്ലെങ്കിൽ അത് സയൻസ് അല്ല എങ്കിൽ അതിന്റെ സയന്റിഫിക് ടേംസ് ഉപയോഗിച്ചുകൊണ്ട് ജബ്ബാർ മാഷ് അത് പറയണമായിരുന്നു. ഇതൊന്നും പറയാതെ ഇപ്പൊ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ലോനെ എതിർക്കാൻ വേണ്ടിയിട്ട് ആപ്പിളൊക്കെ വീഴുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ച പോലെ ഈ സമുദ്രശാസ്ത്രത്തെ പറ്റി പറയുമ്പോൾ ഇതൊക്കെ അന്നത്തെ കാലത്ത് അറിയുന്ന കാര്യമല്ലേ, ഇതാണ് മറുപടി. അപ്പൊ ഇതല്ല മറുപടി. അപ്പോൾ അദ്ദേഹം നീതി പുലർത്തിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ സംവാദത്തിനു വേണ്ടി കാത്തിരുന്ന വലിയൊരു സമൂഹത്തെ പരിഹസിക്കുകയാണ് ഉണ്ടായത്. കാരണം ഒരു പക്ഷം വന്നിട്ട് വളരെ കൃത്യമായിക്കൊണ്ട് അതിന്റെ ടൈം ബൈ ടൈമായും സയന്റിഫിക്കലായിട്ട് അവതരിപ്പിക്കുന്നു. ജബ്ബാർ മാഷ് വന്നിട്ട് ഇതൊക്കെ അന്നറിയുന്ന കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് തീർന്നു. അപ്പോൾ ജബ്ബാർ മാഷ് ആ സംവാദത്തോട് നീതി പുലർത്തിയോ എന്ന ചോദ്യത്തിന് നീതി പുലർത്തിയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഷജീർ പുളിക്കലിന് റേഡിയോ ഇസ്ലാമിൻ്റെ കൃതജ്ഞത അറിയിക്കുന്നു. ഏതൊരു സംവാദത്തിലും വിഷയാവതരണത്തെ പോലെ തന്നെ പ്രധാനമാണ് ഖണ്ഡനത്തിനുള്ള അവസരങ്ങളും അതുപോലെ തന്നെ സദസ്യർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ലഭിക്കുന്ന അവസരങ്ങളും. ഈ സംവാദത്തിൽ എപ്രകാരമാണ് ഇരു സംവാദകരും ഖണ്ഡനത്തിനുള്ള തങ്ങളുടെ അവസരങ്ങളും അതുപോലെ തന്നെ ചോദ്യോത്തരവേളകളിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനായി ലഭിച്ച അവസരങ്ങളും ഉപയോഗിച്ചത് എന്ന് വിശകലനം ചെയ്യുന്നു. സംവാദത്തിന് സദസ്യനായി പങ്കെടുക്കാൻ അവസരം ലഭിച്ച അബ്ദുൽ മുഹസിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനുവരി 9 നടന്ന എ ജബ്ബാർ എം അക്ബർ സംവാദത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആ സംവാദത്തിൽ ഏറ്റവും ചർച്ചകൾക്ക് വിധേയമായ യുക്തിവാദി പക്ഷത്തു നിന്ന് പോലും ഏറെ വിമർശനങ്ങൾ ജബ്ബാർ മാഷിന് നേരിടേണ്ടി വന്ന ജബ്ബാർ മാഷിൻ്റെ ചില നിലപാടുകൾ പ്രത്യക്ഷമായത് പ്രത്യേകിച്ചും ഖണ്ഡനങ്ങളുടെ സമയമായപ്പോഴാണ്. അവിടെ ഇരു സംവാദകരും സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ച് സംസാരിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു. ഈയൊരു ഖണ്ഡനങ്ങളെയും അതുപോലെ അതിനുശേഷമുണ്ടായ ചോദ്യോത്തരവേളയെയും എല്ലാം ഒന്ന് വിലയിരുത്തുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, ഒന്ന് ജബ്ബാർ മാഷിൻ്റെ വസ്തുനിഷ്ഠമല്ലാത്ത ചില പ്രതികരണങ്ങളാണ്. ഒന്നാമതായി ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടുന്ന ഒരു വലിയ പ്രശ്നം, എം അക്ബർ സാഹിബ് വെല്ലുവിളിക്ക് മറുപടിയായി തൻ്റെ വിഷയാവതരണത്തിൽ ഉദ്ധരിച്ച കാര്യങ്ങളൊന്നും തന്നെ ജബ്ബാർ മാഷ് വസ്തുനിഷ്ഠമായി അത് തെറ്റാണ് എന്ന് തെളിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി ജബ്ബാർ മാഷിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഫോൾട്ടായിട്ട് കാണാൻ കഴിയുന്നത്. ഒരു സംവാദത്തിന് വരുമ്പോൾ കൃത്യമായ പ്രിപ്പറേഷനുകളോടുകൂടി വരേണ്ടിയിരുന്നു. പക്ഷെ ജബ്ബാർ മാഷിൻ്റെ സംസാരം, ആ ഖണ്ഡനത്തിൻ്റെ ആദ്യത്തെ സെഷൻ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അദ്ദേഹം ഇതിന് വെൽ പ്രിപ്പയർഡ് ആയിരുന്നില്ല. കാരണം മുൻപ് അദ്ദേഹം ഉന്നയിച്ചിരുന്ന ഒരുപാട് വിമർശനങ്ങൾ അത് വീണ്ടും ഉന്നയിക്കാനാണ് അദ്ദേഹം അവിടെ ശ്രമിച്ചത്. എം അക്ബർ സാറിൻ്റെ വാദങ്ങൾക്ക്, അതായത് അദ്ദേഹത്തിൻ്റെ മറുപടികൾക്ക് കൃത്യമായൊരു പ്രതികരണം നൽകാൻ അദ്ദേഹം അടുത്തൊരു സെഷന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതിന് 2 മിനിറ്റ് മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആദ്യം തന്നെ ഉന്നയിച്ച, മുൻപ് ഒരുപാട് വീഡിയോകളിലൂടെ അദ്ദേഹം ഉന്നയിച്ച വിമർശനങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അവിടെ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ കൃത്യമായ ഡാറ്റകളില്ല എന്ന് പ്രേക്ഷകർക്ക് ബോധ്യമാകുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനം. എന്നാൽ അതിനുശേഷം എം അക്ബർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഖണ്ഡനത്തിലുള്ള അദ്ദേഹം സ്വീകരിച്ച നയങ്ങളും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ജബ്ബാർ മാഷ് ഉന്നയിച്ച ഓരോ വിമർശനങ്ങൾക്കും കൃത്യമായ മറുപടികൾ നൽകാൻ വസ്തുനിഷ്ഠമായി തന്നെ അതിനൊക്കെ സ്ലൈഡുകൾ മുൻപേ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങളോട് കൂടിയാണ് എം അക്ബർ സാറ് ഈ സംവാദത്തിന് വന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലായിരുന്നു എം അക്ബർ സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഖണ്ഡനങ്ങൾ. ഇവിടെ ഒരു യുക്തിവാദി എന്ന നിലയിൽ ജബ്ബാർ മാഷിനെ സംബന്ധിച്ചിടത്തോളം വസ്തുനിഷ്ഠമായി തെളിയിക്കാനുള്ള ബാധ്യത കൂടുതൽ അദ്ദേഹത്തിനാണുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ വാദത്തിന് പോലും വസ്തുനിഷ്ഠമായ തെളിവ് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, എതിർ സംവാദകനായ എം അക്ബർ സാറ് ഉന്നയിച്ച വാദങ്ങളെ ഖണ്ഡിക്കാൻ പോലും അദ്ദേഹം വസ്തുനിഷ്ഠമായ തെളിവുകൾ മുന്നൊരുക്കമായി സമാഹരിച്ചിരുന്നില്ല എന്നുള്ളതാണ്
ജബ്ബാർ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഈ സംവാദത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. അടുത്ത പ്രധാനപ്പെട്ടതായി പറയേണ്ടുന്ന ഒരു കാര്യം ചോദ്യോത്തര വേളകളിൽ എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ എന്നതായിരുന്നു. ചോദ്യോത്തര വേളകളിൽ ജബ്ബാർ മാഷിനോട് ചോദിച്ച ചോദ്യങ്ങൾ 5 ചോദ്യങ്ങളെ ഓരോ പക്ഷത്തിനും ചോദിക്കാൻ അവസരമുണ്ടായിരുന്നുള്ളൂ. അതിൽ ഉപചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അവിടെ 5 ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും 5 ചോദ്യങ്ങൾക്കും ജബ്ബാർ മാഷ് കൃത്യമായ മറുപടി നൽകുകയല്ല ചെയ്തത്. അതിൽ ഓരോ ചോദ്യങ്ങൾ എടുക്കുകയാണെങ്കിലും അത് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും ഉത്തരങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ചോദ്യങ്ങൾ കൂടിയായിരുന്നു അവിടെ ഉന്നയിക്കപ്പെട്ടിരുന്നത്. ഒന്ന് പരിണാമവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. പരിണാമത്തിന്റെ ക്രോമസോമൽ എവിഡൻസുകൾ വിവരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ജബ്ബാർ മാഷ് അതിൽ നിന്ന് തടിയൂരുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞത് നിരീശ്വരവാദികളുടെ മൊത്തക്കുത്തകയല്ല ഈ പരിണാമ സിദ്ധാന്തമെന്നും അതിലുള്ള നൂതനമായ സാങ്കേതിക അറിവുകളൊന്നും എനിക്കില്ല എന്നും പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മുൻപ് എഴുതിയ ഈ സംവാദത്തിനൊക്കെ എത്രയോ മുമ്പ് എഴുതിയ ഒരു ലേഖനത്തെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിൽ പറഞ്ഞൊരു കാര്യം അദ്ദേഹം തട്ടിപ്പ് നടത്തി എന്നുള്ളതായിരുന്നു. ഒരു ആയത്ത്, ഖുർആനിലെ ഒരു ആയത്തിന്റെ പകുതി ഭാഗം മുറിച്ചു കളഞ്ഞുകൊണ്ട് ഖുർആൻ അന്വേഷണാത്മകതയെ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന തരത്തിൽ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് അത് തട്ടിപ്പല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം നൽകിയ ഉത്തരം യുക്തിവാദികളെ പോലും പരിഹസിക്കുന്ന രൂപത്തിലുള്ള ഒരു ഉത്തരമായിരുന്നു. എനിക്കത് ഓർമ്മയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതിനുശേഷം ഒരു സുഹൃത്ത്, അടുത്ത ചോദ്യം ചോദിക്കാൻ വന്നൊരു സുഹൃത്ത്, ആ ലേഖനം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം ആ ലേഖനത്തെക്കുറിച്ച് അറിയാൻ പോലും ശ്രമിച്ചിരുന്നില്ല എന്നത് അദ്ദേഹം തട്ടിപ്പ് കാണിച്ചു എന്ന സംശയം കൂടുതൽ ദൃഢപ്പെടുത്തുന്ന രൂപത്തിൽ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല, ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിന്റെ ഒരു രീതിശാസ്ത്രം, മെത്തഡോളജിയെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകേണ്ടതുണ്ട്. ഏറ്റവും കുറഞ്ഞത് അവരുടെ ഒരു അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും അവർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ശാസ്ത്രത്തിന്റെ മെത്തഡോളജി അനുസരിച്ച് ജബ്ബാർ മാഷിന്റെ വെല്ലുവിളി തന്നെ ഒരു ശാസ്ത്രവിരുദ്ധമായ സ്റ്റേറ്റ്മെന്റ് അല്ലേ എന്ന് ഒരു സുഹൃത്ത് ചോദിച്ചപ്പോൾ അതിന് ആ ചോദ്യത്തിനുള്ള മറുപടിയേ അല്ല അദ്ദേഹം നൽകിയത്. അദ്ദേഹം പറഞ്ഞ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിന് ശാസ്ത്രത്തിന്റെ ഈ ഒരു മെത്തഡോളജി നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞപ്പോൾ അത് തീർച്ചയായും അപഹാസ്യകരമായ ഒരു നിലപാടായി യുക്തിവാദികൾ പോലും കാണുന്ന ഒരവസ്ഥയാണ് പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടാക്കിയത്. അതേസമയം എം അക്ബർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായ മറുപടികൾ നൽകി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മറുപടികൾ അദ്ദേഹം നൽകുന്ന സമയത്ത് യുക്തിവാദി പക്ഷത്തു നിന്നുള്ള പ്രേക്ഷകർ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് കാണാൻ സാധിക്കുമായിരുന്നു. വളരെ സ്മൂത്തായിട്ട് അധികം കോലാഹലങ്ങളൊന്നുമില്ലാതെ നടന്നിരുന്ന ഈ സംവാദത്തിന് സത്യത്തിൽ അതിൻ്റെ മനോഹാരിത കെടുത്തുന്ന രൂപത്തിൽ യുക്തിവാദി പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് അത്തരത്തിലൊരു സമീപനം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് നേരിട്ട് കണ്ടവർക്ക് മാത്രമല്ല, വീഡിയോ യൂട്യൂബിലൂടെ കണ്ടവർക്കും അത് ബോധ്യമാകുന്നതാണ്. എം അക്ബർ സാഹിബ് പറയുന്നുണ്ട്, ക്ഷമിക്കാൻ കഴിയണം സുഹൃത്തെ എന്ന് പറയുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ സത്യത്തിൽ ഈ ഒരു സംവാദത്തിന് മുൻപുണ്ടായിരുന്ന വ്യവസ്ഥകൾ, ആ വ്യവസ്ഥകളെല്ലാം ഏകപക്ഷീയമായിട്ട് പോലും മുസ്ലിം പക്ഷത്ത് നിന്ന് സംവദിക്കാൻ തയ്യാറായി വന്ന എം അക്ബർ സാഹിബ്, അദ്ദേഹം ഏകപക്ഷീയമായ ഈ നിലപാടുകളെല്ലാം എതിർ സംവാദകർ സ്വീകരിച്ചിട്ട് പോലും ഈ ഒരു സംവാദ വെല്ലുവിളി സ്വീകരിച്ച് അവിടെ സന്നിഹിതനായതിനു ശേഷം അദ്ദേഹത്തിന് മേൽക്കൈ നേടുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക പക്ഷത്തിന് ഒരു മേൽക്കൈ ലഭിക്കുന്ന രൂപത്തിലായിരുന്നു സംവാദത്തിന്റെ കാര്യങ്ങളെല്ലാം പിന്നീട് മുൻപോട്ട് പോയത് എന്നതാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, അവിടെ നേരിട്ട് സംവാദം വീക്ഷിക്കാൻ അവസരം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. യുക്തിവാദി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരങ്ങളിലൊന്നായിരിക്കും ഈ ഒരു സംവാദം എന്നാണ് ഈ ഉള്ളവൻ കരുതുന്നത്.
അള്ളാഹു എല്ലാവർക്കും സത്യം മനസ്സിലാക്കാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുൽ മുഹ്സിൻ റേഡിയോ ഇസ്ലാമിൻ്റെ നന്ദി അറിയിക്കുന്നു. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വെല്ലുവിളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ സംവാദം എന്ന രീതിയിൽ വെല്ലുവിളിയിലെ തൻ്റെ വാഗ്ദാനപ്രകാരം സംവാദകനായിട്ടുള്ള എ ജബ്ബാർ ഷഹാദത്ത് ചെല്ലേണ്ടതായിട്ടുള്ള അവസ്ഥ സംവാദം കഴിഞ്ഞ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്നത് കേരളീയ സമൂഹം മുഴുവൻ ചോദിക്കുന്ന കാര്യമാണ്. ആ ചോദ്യത്തെ അധികരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നു ഡോക്ടർ അനിൽ മുഹമ്മദ്. റേഡിയോ ഇസ്ലാമിൻ്റെ ഈ സംവാദാനന്തര പരിപാടിയിൽ സംസാരിക്കാൻ കഴിയുന്നതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആ സംവാദം പൂർണ്ണമായി വീക്ഷിച്ച ഒരാളാണ്. അതിൻ്റെ രൂപപ്പെട്ടതെങ്ങനെയാണെന്നും അത് പുരോഗമിച്ചതെങ്ങനെയാണെന്നും അതിനകത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ വീക്ഷിച്ച ഒരാളാണ്. ഇന്നത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്നോട് പറയാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയം ഈ ജബ്ബാർ മാഷ് എ ജബ്ബാർ ഷഹാദത്തി കലിമ ചെല്ലേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഈ ഷഹാദത്തി കലിമ ചെല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് അയാൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ ആവശ്യമായ ഏകദൈവ വിശ്വാസം അത് ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി മനസ്സുകൊണ്ട് ബോധ്യപ്പെട്ട് നാവുകൊണ്ട് ഉച്ചരിച്ച് എന്നൊക്കെയാണ് ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ ഈ ഓത്തുപുരകളിലൊക്കെ പോകുമ്പോൾ പഠിച്ചിട്ടുള്ളത്. ഒരു മത്സരത്തിൻ്റെ ഭാഗമായി ജയിച്ചോ തോറ്റോ ചെല്ലേണ്ടതല്ല ഷഹാദത്തി കലിമ. നമ്മൾ സാധാരണ ചാൻസ് മുസ്ലിം ചോയ്സ് മുസ്ലിം എന്ന് പറയും. ചാൻസ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് നമ്മുടെ വാപ്പയും ഉമ്മയും മുസ്ലിം ആയതുകൊണ്ട് നമ്മൾ അത് മതത്തിൽ പിറന്നു, അതിൻ്റെ ഭാഗമായി വളർന്നു, അതിൻ്റെ ഭാഗമായി നമ്മൾ ദീനീ വിദ്യാഭ്യാസം ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അതിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു വിഭാഗം. രണ്ടാമതായി ഇത് ചൂസ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ചൂസ് ചെയ്യുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ മതത്തിലായിരിക്കില്ല അവർ പിറന്നത്. അവർ വളരെ ശ്രദ്ധാപൂർവം അത് പഠിച്ച് അതിൻ്റെ എന്തെങ്കിലും വിശ്വാസങ്ങളോ മൂല്യങ്ങളോ ധാർമ്മികതയോ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രത്യേകതയോ ഒക്കെ ഉൾക്കൊണ്ടുവരുന്നവരുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ചാൻസ് മുസ്ലിംസിനേക്കാൾ കൂടുതൽ ആപേക്ഷികമായി അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് കൺവിക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റഫ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെയിറ്റ്, ഒരു തൂക്കം അതെടുത്ത് നോക്കിയാൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ ചോയ്സ് മുസ്ലിംസിലാണ്. ഈ പറയുന്നത് പോലെ കൂടുതൽ അത്തരം ആളുകളെ പെർസെൻറ്റേജ് എടുത്ത് നോക്കിയാൽ നമുക്കതിൻ്റെ ഒരു ശക്തി, അവരുടെ ഒരു ഗാഢത, എത്രത്തോളം അഗാധതയിലേക്കും ആഴത്തിലേക്കും ആത്മാർത്ഥമായും ആ പ്രിൻസിപ്പിൾസിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഞാനിത് പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ, ജബ്ബാർ ഈ ഒരു സംവാദത്തിലൂടെ പരാജയപ്പെടും എന്ന് ഉറപ്പിച്ച് അല്ലെങ്കിൽ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായി വന്ന ഒരാളല്ല. അയാളുടെ പൂർണ്ണമായ ബോധ്യം അയാൾ പറയുന്നതിൽ 100% ശരിയുണ്ടെന്നും അതുകൊണ്ട് അത് പിൻവലിക്കാം എന്ന് പറയുന്നത് അത് അയാളുടെ ഒരു സ്വത്വത്തെ, അയാളുടെ മനസ്സിലുള്ള ഒരു ബോധ്യത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നുള്ള ഒരു അഹങ്കാര ഭാവത്തിൽ പറഞ്ഞതാണ് ആ ഷഹാദത്തി കലിമ ചെല്ലൽ. അല്ലാതെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ പലരും ഒക്കെ പറയുമ്പോൾ അതിൽ വികാരഭരിതരായി അദ്ദേഹത്തിന് വിധിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കട്ടെ എന്നൊക്കെ പറയും. ആയിക്കോട്ടെ, അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമുള്ളതാണ്. നമ്മളിപ്പോൾ ആരെങ്കിലുമായി ഇലക്ഷന് മത്സരിക്കുമ്പോൾ ആ ഇലക്ഷന് മത്സരിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പന്തയം വെക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മീശ വടിച്ച് പെണ്ണാകാടാ എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം ആ മീശ വടിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ല, അയാൾക്ക് ആ മീശ അത്രയും പ്രിയപ്പെട്ടതാണ്, ഞാൻ അതിൽ നിന്ന് പിന്മാറാവുന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി ഞാൻ മാപ്പ് പറഞ്ഞ് ഷഹാദത്തി കലിമ ചെല്ലാം എന്ന് പറയുമ്പോൾ ആ ഷഹാദത്തി കലിമ ചെല്ലാതിരിക്കുന്നത് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നിങ്ങളോട് വേണമെങ്കിൽ തോറ്റ് ഞാൻ ഷഹാദത്തി കലിമ ചെല്ലാം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു തോൽവിയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിലെങ്ങും ഒരു ഷഹാദത്തി കലിമ ചെല്ലുന്നൊരു ശൈലിയില്ല. അങ്ങനെ പ്രവാചകന്റെ കാലഘട്ടത്തിലും ഇല്ല. തോൽപ്പിച്ചും വാള് വെച്ചുമൊന്നും ഇസ്ലാം ആരെയും ഷഹാദത്തി കലിമ ചെല്ലിച്ചിട്ടില്ല. കാരണം അതൊരു പൂർണ്ണ ബോധ്യത്തോടെ ചെയ്യേണ്ടതാണ്. കാരണം ഇത് ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചുറ്റിനും ആരും സുരക്ഷാഭടന്മാരോ പരിശോധിക്കാനോ ഒന്നും ആളില്ല. അപ്പോൾ സ്വാഭാവികമായി അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നമ്മുടെ ശരിതെറ്റുകൾ നോക്കാനായിട്ട് മാലാഖമാർ അല്ലെങ്കിൽ മലക്കുകൾ, പിന്നെ അതുപോലെ തന്നെ നേരിട്ട് പടച്ച തമ്പുരാനുമായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് കീഴടങ്ങി സ്വീകരിക്കേണ്ട ഒന്നല്ല ഷഹാദത്തി കലിമ എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അക്കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കുന്നതിലും അർത്ഥമില്ല. കാരണം ഷഹാദത്തി കലിമ അങ്ങനെ ഒരു വേദിയിൽ വെച്ച് തോറ്റുപോയതുകൊണ്ട് ചെയ്തതുകൊണ്ട്
അദ്ദേഹം അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ഒരു സംവാദവുമില്ലാതെ ചിലപ്പോൾ ഒരു ചെറിയ ചിന്ത ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ ഹൃദയത്തിൽ ഉണ്ടാവുകയും ചിലപ്പോൾ ചെറിയൊരു ചോദ്യം ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ ഹൃദയത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ പടച്ചോൻ അയാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഹിദായത്ത് കിട്ടും. അപ്പോൾ അതിന് അത്തരമൊരു ചിന്ത വഴിതിരിച്ചു വിടുന്നതിന് ഇത്തരമൊരു സംവാദം ഗുണകരമായിട്ടുണ്ടെങ്കിൽ അത് കൊള്ളാം എന്നുള്ളതിനപ്പുറത്ത് ഇവിടെയും ഞാൻ തന്നെ ജയിച്ചു എന്ന് വിശ്വസിക്കുകയും ഇവിടെ പരാജയപ്പെട്ടില്ല, അയാൾ അവസാനിപ്പിക്കുമ്പോഴും പരിഹാസത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളിനെ ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പടച്ചമ്പുരാൻ ഒരിക്കലും ഒരാൾക്കും സ്വർഗം കൊടുക്കുന്ന വിഷയത്തിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എത്ര പേര് അതിന് ഒരുപാട് പേരെ കൂട്ടുന്നു അല്ലെങ്കിൽ എത്ര പേരുടെ എണ്ണം നോക്കിയിട്ടാണ് ഒരു മതത്തെ അനുഗ്രഹിക്കുന്നതെന്നൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല, ഒരു വിശ്വാസത്തെ അനുഗ്രഹിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അഥവാ ആരെങ്കിലും മതം മാറ്റമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഉണ്ടായാൽ അത് സംവാദത്തിലൂടെ ഉണ്ടാക്കുന്നതിന് പകരം പലപ്പോഴും നമ്മുടെ ജീവിത മൂല്യങ്ങളും ജീവിത ദർശനങ്ങളും ജീവിത ശൈലിയും കണ്ട് വിശ്വാസി അല്ലാത്ത ഒരാൾ വിശ്വാസിയാവുകയാണെങ്കിൽ സ്വാഭാവികമായി അതൊരു മെറിറ്റോറിയസ് ആണ്, അവിടെയാണ് അതിലുള്ളത്. അല്ലാതെ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഇങ്ങനെ ഒരു സംവാദത്തിൻ്റെ പേരിൽ അദ്ദേഹം ചെല്ലണമെന്ന് നിർബന്ധമില്ല. അത് ഞാൻ തോൽവിയും ജയവുമായി ബന്ധപ്പെട്ടല്ല, അതൊക്കെ അവിടെ എല്ലാവരും കണ്ടതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജബ്ബാർ വിഷയം അവതരിപ്പിച്ചതെന്നും എങ്ങനെയാണ് ആ വിഷയത്തിൻ്റെ ആദ്യ ഖണ്ഡനം ചെയ്തതെന്നും പിന്നീട് അദ്ദേഹം മറുപടി പറയാതെ ഇരുന്നതും വിയർത്തതും വെള്ളം കുടിച്ചതും ഒടുവിൽ തപ്പിത്തടഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് എവിടേക്കെയോ എത്തിച്ച് പിന്മാറിയതുമൊക്കെ കണ്ടതാണ്. യുക്തിവാദികളുടെ ഗ്രൂപ്പുകളിൽ തന്നെ പറയുന്നു ജബ്ബാറിൻ്റെ ഒരു ലക്ഷ്യവും അവിടെ പൂർത്തിയായില്ല. പണ്ട് മുതലേ പറയുന്ന കുറേ കഥകൾ, യുക്തിവാദികൾ പണ്ട് മുതലേ പറയുന്ന കുറേ കഥകളും അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളും മാത്രമാണ് അവിടെ പറയാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന്. ഏതായാലും ഇത്തരമൊരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചതിലും എന്നെ ക്ഷണിച്ചതിലുമുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. നന്ദി. ഡോക്ടർ അനിൽ മുഹമ്മദിന് റേഡിയോ ഇസ്ലാമിൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ സംവാദത്തിൽ ജയപരാജയങ്ങൾക്കപ്പുറം മുസ്ലിം സമുദായം മുഴുവൻ പോസിറ്റീവായിക്കൊണ്ട് വിലയിരുത്തുന്നൊരു കാര്യമാണ് സമുദായത്തിൻ്റെ ആശയഭിന്നതകൾക്കും തർക്കങ്ങൾക്കും അപ്പുറമുള്ള ഐക്യമെന്ന് പറയുന്നത്. സാധാരണക്കാരനായ മുസ്ലിം പോലും ഇത്രത്തോളം ബാലിശമാണ് യുക്തിവാദം എന്ന പക്വമായ നിലപാടിലേക്ക് എത്തിയത് കൊണ്ടാണോ ഈ സാമൂഹ്യ ഐക്യം സംഭവിച്ചത്? നമ്മോട് ഈ വിഷയമായി സംസാരിക്കുന്നു ബഹുമാനായ അബ്ദുൽ അസീസ് പൊന്മുണ്ടം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ഇസ്ലാമിക പ്രബോധകനും പ്രിയ സുഹൃത്തുമായ എം അക്ബർ സാഹിബും യുക്തിവാദി നേതാവ് എ ജബ്ബാറും തമ്മിൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് നടത്തിയ സംവാദം സദസ്സിലിരുന്നു കൊണ്ട് ആദ്യാവസാനം നിരീക്ഷിക്കുവാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. ആ നിലക്ക് ആ സംവാദത്തെ ഒറ്റ വാക്കിൽ വിശകലനം ചെയ്യുകയാണ് എങ്കിൽ, അവലോകനം ചെയ്യുകയാണ് എങ്കിൽ ഞാൻ ഇങ്ങനെ പറയും: യുക്തിവാദികളുടെ ഇസ്ലാം വിരുദ്ധ വിമർശനങ്ങളെ അവരുടെ തന്നെ വേദിയിൽ ചെന്നുകൊണ്ട് തുറന്നു കാണിക്കുവാനും അത് ഉള്ളുപൊള്ളയായ വെറും ആരോപണം മാത്രമാണ് എന്ന് വ്യക്തമാക്കുവാനും എ ജബ്ബാറിൻ്റെ വെല്ലുവിളിയെ പ്രാമാണികമായി ശാസ്ത്രീയമായിട്ട് ഗണ്ണിക്കുവാനും എം അക്ബർ സാഹിബിനു സാധിച്ചിരിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന യുക്തിവാദികൾ അവരുടെ പക്ഷത്ത് സംവാദകരായിരുന്ന എ ജബ്ബാർ അദ്ദേഹത്തിന് ശാസ്ത്രീയമായ വിഷയങ്ങളിൽ വലിയ പിടിപാടൊന്നും ഇല്ല എന്നും അവരുടെ വാദങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് നിലനിൽപ്പില്ല എന്നും ശാസ്ത്രവിരുദ്ധരാണ് എന്ന് യുക്തിവാദികൾ ആരോപിക്കാറുള്ള മുസ്ലിങ്ങൾ അവരുടെ വാദങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് കൃത്യമായ ശാസ്ത്രീയമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് എന്നും ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ളതായിരുന്നു ആ സംവാദം. എ ജബ്ബാർ എം അക്ബർ സാഹിബിനെ പേരെടുത്ത് പറഞ്ഞ് വെല്ലുവിളിച്ചത് മുതൽ ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളിലും ഇടപെടുവാൻ സാധിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് അന്ന് തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. യുക്തിവാദികളിൽ പല ആളുകളും പറഞ്ഞിരുന്നു എ ജബ്ബാർ ആ വെല്ലുവിളിച്ചത് അബദ്ധമാണ്, അദ്ദേഹത്തിന്റെ കൊക്കിലൊതുങ്ങാത്ത ഒരു വിഷയത്തിലാണ് അദ്ദേഹം വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. ആ ഒരു അവരുടെ നിലപാടിനെ ശക്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള വിശകലനങ്ങളാണ് സംവാദാനന്തരം യുക്തിവാദി പാളയത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. ഈ സംവാദത്തിൽ നമ്മളായിട്ട് വേദിയൊരുക്കിയിട്ട് മുസ്ലിങ്ങൾക്ക് നമ്മുടെ മേൽക്കൈ കിട്ടുന്ന ഒരവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഇപ്പോൾ അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എം അക്ബർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആധികാരികമായി പ്രാമാണികമായി ശാസ്ത്രീയമായിട്ട് തന്നെ ഏതൊരാളെയും ഏതൊരു വിജ്ഞാന കുതുകിയെയും ആകർഷിക്കുന്ന വിധം വിഷയം അവതരിപ്പിക്കുവാനും മറുപക്ഷത്തിന്റെ വാദങ്ങൾ ഗണ്ണിക്കുവാനും സാധിക്കുകയുണ്ടായി. എന്നാൽ എ ജബ്ബാർ ആകട്ടെ
അദ്ദേഹത്തിന് ലഭിച്ച പല അവസരങ്ങളും പാഴാക്കുകയും സാധാരണഗതിയിൽ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും അദ്ദേഹം എപ്രകാരമാണോ സർക്കാസം നടത്താറുള്ളത്, എപ്രകാരമാണോ പരിഹാസ്യമായ രൂപത്തിലുള്ള ഇസ്ലാം വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ളത്, അതിന്റെ തന്നെ മറ്റൊരു പതിപ്പായിരുന്നു സംവാദത്തിലും അദ്ദേഹം അവതരിപ്പിച്ചത്. എന്താണ്? ഒരു ഗൗരവമുള്ള ഒരു സദസ്സിനെ പോലും പരിഗണിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. വിഷയാവതരണത്തിൽ ഒരുപാട് സമയം അനാവശ്യമായിട്ട് പോക്കിക്കളയുകയാണ് അദ്ദേഹം ചെയ്തത്. വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാതെ വെറും പരിഹാസ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ, ആധികാരികമായിട്ട് മുസ്ലിം പക്ഷത്തു നിന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞതോ അവതരിപ്പിച്ചതോ അല്ലാത്ത ഏതോ സാധാരണക്കാർ എവിടെയൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ വരെ ഈ സംവാദത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനൊക്കെ മുസ്ലിം പക്ഷം മറുപടി പറയണം എന്ന രൂപത്തിലുള്ള വാദങ്ങളായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. ഇമാം അക്ബർ സാഹിബ് മുന്നോട്ട് വെച്ച സൂറത്തുന്നൂറിലെ 40-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട ജബ്ബാറിന്റെ വെല്ലുവിളിക്ക് മറുപടിയായിട്ട് പറഞ്ഞ കാര്യങ്ങളെ മറുവാദങ്ങൾ കൊണ്ട്, തെളിവുകൾ കൊണ്ട് ഗണ്ണിക്കുവാൻ ഒരു അവസരത്തിലും ജബ്ബാറിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അതിന് കഴിയാത്തതിനാൽ അതിന് ശ്രമിക്കുക പോലും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നതാണ് ഈ സംവാദം ആദ്യാവസാനം ശ്രവിച്ച ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന വസ്തുത. ഈ സംവാദവുമായി ബന്ധപ്പെട്ട മറ്റു വശങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. പല രൂപത്തിലുള്ള വിശകലനങ്ങൾ പല കോണുകളിൽ നിന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇസ്ലാമിക പക്ഷത്ത് നിന്നാകട്ടെ നാസ്തിക പക്ഷത്ത് നിന്നാകട്ടെ, പൊതുവെ അത് എല്ലാം നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം, യുക്തിവാദികൾ അവർ വെല്ലുവിളിക്കുകയും അവർ മുൻകൈയെടുത്തുകൊണ്ട് നടത്തുകയും ചെയ്ത ഈ സംവാദത്തിൽ പക്ഷേ കൃത്യമായ മേൽക്കൈ പ്രാമാണികമായി ചിന്താപരമായി ആശയ സംബന്ധമായിട്ട് ലഭിച്ചത് മുസ്ലിം പക്ഷത്തിനാണ് എന്നത് അവരൊക്കെയും തുറന്ന് സമ്മതിക്കുന്ന, അല്ലെങ്കിൽ ആ വിഷയത്തിൽ അതിനെ ഗണ്ണിക്കുവാൻ കഴിയാതെ മൗനം പാലിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്നതാണ്. ഇമാം അക്ബർ സാഹിബ് ഈ വെല്ലുവിളി ഏറ്റെടുത്തത് മുതൽ മുസ്ലിം സംഘടനകൾ വ്യത്യസ്ത ചിന്താധാരകളിലുള്ള ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് ശ്രമിച്ചത് എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. വ്യത്യസ്ത വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പല ആളുകളുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന എഴുത്തുകാരും പ്രഭാഷകന്മാരുമായിട്ടുള്ള പല ആളുകളും വ്യത്യസ്ത മുസ്ലിം സംഘടനകളിലുണ്ട്. അവരവർക്ക് കഴിവുകളുള്ള വിഷയങ്ങളിൽ അവര് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അത്തരം ആളുകളെ സംഘടനകൾക്ക് അതീതമായിട്ട് യോജിപ്പിച്ചു നിർത്തുവാൻ, ഇസ്ലാം വിരുദ്ധ വിമർശനങ്ങൾക്കെതിരെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുവാൻ, അതിന്റെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ആദ്യപടി എന്ന നിലക്ക് ചില നീക്കങ്ങൾ ഉണ്ടാകുവാൻ ഈ ഒരു സംവാദം നിമിത്തമായി എന്നതാണ് അതുകൊണ്ടുണ്ടായ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങി എല്ലാ സംഘടനകളിലും നല്ല കഴിവുള്ള വ്യക്തിത്വങ്ങളുണ്ട്. അവരിൽ പലരും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇടപെടുന്നവരുമാണ്. ഇത്തരം ഒരു വേളയിൽ അത്തരം ആളുകളെങ്കിലും ഒന്ന് ഒന്നിച്ചിരുന്നുകൊണ്ടോ ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങൾക്ക്, അത് യുക്തിവാദികളിൽ നിന്നാകട്ടെ മറ്റുള്ള വിമർശകരിൽ നിന്നാകട്ടെ, ആ വിമർശനങ്ങൾക്ക് മറുപടി തയ്യാറാക്കിക്കൊണ്ടോ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി ഒരു സ്ട്രാറ്റജി രൂപീകരിച്ചുകൊണ്ടോ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചാൽ തന്നെ വളരെ സിമ്പിളായിട്ട് തകർത്തെറിയാവുന്നതേ ഉള്ളൂ നാസ്തികരുടെ ഇസ്ലാം വിരുദ്ധ വിമർശനങ്ങൾ എന്ന് പറയുന്നത്. അതിന് കാര്യമായി സ്വാധീനമുള്ളത്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവർ കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതോ സോഷ്യൽ മീഡിയയിലാണ്, വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെയാണ്. അവിടെ അവരുമായിട്ട് കാര്യമായിട്ട് ഇടപഴകുന്നവരാരാണ്? മുസ്ലിം പക്ഷത്ത് നിന്നോ ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രാമാണികമായി അതിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടോ ബേസിൽ നിന്നുകൊണ്ട് പഠിച്ചിട്ടില്ലാത്ത എന്നാൽ ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളുകൾ. അവരാണ് ഇത്തരം വിമർശനങ്ങൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മറുവശം വ്യക്തമാക്കുന്ന രൂപത്തിലുള്ള വിശദീകരണങ്ങൾ ഇസ്ലാമിക പക്ഷത്ത് നിന്നോ വേണ്ട സന്ദർഭത്തിൽ ലഭിക്കാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ പല ആളുകളും തെറ്റിദ്ധരിച്ചു എന്ന് വന്നേക്കും. അങ്ങനെയുള്ള ആ തെറ്റിദ്ധാരണകളെയാണ് യുക്തിവാദികൾ പലപ്പോഴും മുതലെടുക്കുന്നത്. ആ മുതലെടുപ്പിനെ പ്രതിരോധിക്കുവാൻ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ സംഘടനാ ഭേദമന്യേയുള്ള ഒരു ഐക്യനിര ഉയർന്നു വരേണ്ടതുണ്ട്. അത് ഉയർന്നു വരുവാൻ ഈ സംവാദം ഒരു നിമിത്തമായെങ്കിൽ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ, നേരത്തെ ഞാൻ പറഞ്ഞതിനേക്കാളും വലിയ നേട്ടമെന്ന് പറയുന്നത്. നമുക്കതിന് വേണ്ടി മുൻകൈയെടുക്കാം. ഈ എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളോടും, അവർ ഏത് സംഘടനയിലുള്ളവരാകട്ടെ, സംഘടനാപരമായ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടോ ഇസ്ലാമിന് വേണ്ടിയാണ് നമ്മുടെ സംഘടന എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി, സംഘടനയ്ക്ക് വേണ്ടി ഇസ്ലാം എന്ന അവസ്ഥയിൽ നിന്ന് മാറി ഇസ്ലാമിന് വേണ്ടിയാണ് സംഘടന എന്ന തിരിച്ചറിവോടുകൂടി ഇസ്ലാമിനെതിരായ ഭീഷണിയെ, ഇസ്ലാമിനെ പരാജയപ്പെടുത്തുവാൻ
ആശയപരമായിട്ട് അതിനെ എതിരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇസ്ലാമിന്റെ പ്രാമാണികമായ അടിത്തറയിൽ നിന്നുകൊണ്ടോ ദൈവികമായ ഈ ദീനിനെ പ്രോജ്വലിപ്പിച്ച് കാണിക്കുവാൻ കഴിയുന്ന മനോഹരമായ ഒരു അവസരമാണ്, അസുലഭമായ ഒരു അവസരമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കൈകോർത്താൽ, തൽക്കാലത്തേക്ക് നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ മേഖലയിലെങ്കിലും നമ്മൾ പ്രകടിപ്പിക്കാതിരുന്നാൽ, നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൻ്റെതായ വേദികളിൽ മാത്രം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ ഇസ്ലാം വിമർശകർക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിലകൊള്ളുകയും ചെയ്താൽ വളരെ സിമ്പിളായിട്ട് വലിച്ചെറിയാവുന്ന, തകർത്തെറിയാവുന്ന, മുളയിൽ തന്നെ നുള്ളിക്കളയാവുന്ന ഒന്നാണ് യുക്തിവാദികളുടെ ഏറെ യുക്തിഹീനമായ, യുക്തിരഹിതമായ ഈ ഇസ്ലാം വിമർശനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ രംഗത്ത് വരുന്ന ആളുകളിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ സംഘടനാ ഭേദമന്യുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടേണ്ടതുണ്ടോ? മിനിമം ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇടപെടുന്ന വ്യത്യസ്ത സംഘടനകളിലുള്ള പല വിഷയങ്ങളിലും കഴിവുള്ള ആളുകൾ അവരെങ്കിലും ഒന്ന് കൂടിയിരിക്കുക, ഒരു കൂട്ടായ്മ രൂപീകരിക്കുക. അങ്ങനെ ഇസ്ലാമിനെതിരായ വിമർശനങ്ങൾക്ക് ഒന്നിച്ച് മറുപടി തയ്യാറാക്കുകയും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്താൽ യുക്തിവാദികളുടെ, നാസ്തികരുടെ ഇസ്ലാം വിരുദ്ധമായ യുക്തിശൂന്യമായ വിമർശനങ്ങളെ വളരെ കൃത്യമായിട്ട് നേരിടുവാനും വല്ലവരും അവരുടെ വിമർശനങ്ങൾ കേട്ടുകൊണ്ട് തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ ദൈവത്തിന്റെ സന്മാർഗത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുവാനും നമുക്ക് സാധിക്കും. ഈ വിഷയത്തിൽ വലിയ സേവനങ്ങൾ അർപ്പിക്കുവാൻ, ഇസ്ലാമികമായ ഭാഷയിൽ പറഞ്ഞാൽ വലിയ ജിഹാദ് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ അസുലഭമായ അവസരത്തെ തട്ടിമാറ്റാതെ സ്ഥലകാല ബോധത്തോടുകൂടി സംഘടനാപരമായ താല്പര്യങ്ങൾക്കപ്പുറം ഇങ്ങനെയുള്ള ഇസ്ലാമികമായ യഹലോകത്തും പരലോകത്തും നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന, യഹലോകത്തെ ഇസ്ലാമിക സമൂഹത്തിലെ വിദ്യാസമ്പന്നരായ മുസ്ലിം ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും പരലോകത്ത് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായും പ്രയോജനം ചെയ്യുന്ന ഈ രംഗത്ത് സജീവമായി ശ്രദ്ധ പതിപ്പിക്കുവാൻ, നല്ല ഒരു മുന്നേറ്റം നടത്തുവാൻ എന്റെ ശബ്ദം കേൾക്കുന്ന വ്യത്യസ്ത ആശയക്കാരായ സുഹൃത്തുക്കൾ, സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇടപെടുന്നവർ രംഗത്ത് വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ടോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനായ അബ്ദുൽ അസീസ് പൊന്മുണ്ടത്തിന് റേഡിയോ ഇസ്ലാമിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. സംവാദത്തിൻ്റെ പല മേഖലകളും നമ്മൾ ചർച്ച ചെയ്തു. ഈ സംവാദമടക്കം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമാനമായ ചർച്ചകൾ കാണിക്കുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് നാസ്തികത, ഇസ്ലാം, ശാസ്ത്രം എന്നതാണ്. ഈ അവസരത്തിൽ ഇസ്ലാമാണോ നാസ്തികതയാണോ ചരിത്രത്തിൽ ശാസ്ത്രത്തോട് പുറംതിരിഞ്ഞ് നിന്നിട്ടുള്ളത് എന്ന് വിശകലനം ചെയ്യുന്നു ബഹുമാനായ ഡോക്ടർ ജാബിർ അമാനി. അസ്സലാമു അലൈക്കും. ബഹുമാന്യരെ, എ ജബ്ബാർ മാഷും എം അക്ബർ സാഹിബും തമ്മിലുള്ള സംവാദത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ചർച്ചയിലാണ് നമ്മളുള്ളത്. മതവും ശാസ്ത്രവും എത്രത്തോളം അടുപ്പവും അകലവും പാലിക്കുന്നുണ്ട് എന്നത് ഇത്തരം ചർച്ചകളിൽ പൊതുവിൽ വരുന്ന ഒരു മേഖലയാണ്. യഥാർത്ഥത്തിൽ മതവും ശാസ്ത്രവും ശത്രുതയിലോ സംഘട്ടനത്തിലുമല്ല. അത് പരസ്പര അംഗീകരിക്കുകയും ആശയപരമായി കൊള്ളക്കൊടുക്കൽ നടത്തുകയും ഒരു പരിധി വരെ ശാസ്ത്രം ദൈവാസ്തിക്യത്തെയും പ്രപഞ്ച സത്യത്തെയും ശരിയായി വീക്ഷിക്കുകയും ചെയ്യുകയാണ് ഉള്ളത് എന്ന് കാണാൻ കഴിയും. എന്നാൽ ശാസ്ത്രം എല്ലാം പരിഹരിക്കും എന്ന വാദവും മതത്തിന് പരിമിതികളുണ്ടെന്നും കാലത്തെ അതിജീവിക്കുന്നത് ശാസ്ത്രമാണ് എന്ന വിശ്വാസവും തെറ്റാണ്. മതവിശ്വാസികൾ ശാസ്ത്രവിരുദ്ധരാണ് എന്ന അഭിപ്രായം ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. ശാസ്ത്രവാദികളിൽ ദൈവനിഷേധികൾ ഉണ്ടായിരിക്കാം, പക്ഷേ ശാസ്ത്രം എന്നത് ദൈവനിഷേധമാണ് എന്നോ ദൈവനിഷേധികളെല്ലാം തന്നെ ശാസ്ത്രകാരന്മാരായി ലോകത്ത് കാണുന്ന ആളുകളൊക്കെയും മതത്തെയും ശാസ്ത്രത്തെയും ഒക്കെ നിരാകരിച്ചിട്ടുള്ളതാണ് എന്നതോ അത് യുക്തിവാദത്തിന്റെ ഒരു പ്രചണ്ഡമായൊരു പ്രചരണം മാത്രമാണ്. യുക്തിവാദം യഥാർത്ഥത്തിൽ ശാസ്ത്രമല്ല. ശരിയായ യുക്തിവാദം ബുദ്ധിയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നത് അതോ അംഗീകരിക്കാൻ കഴിയും. പക്ഷെ നമ്മൾ ഇന്ന് നാട്ടിൽ കാണുന്ന എ ജബ്ബാർ മാഷ് അടക്കമുള്ള ആളുകൾ പ്രതിനിധീകരിക്കുന്ന യുക്തിവാദം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്ന്, അതൊരു ശാസ്ത്രമേ അല്ല, ശാസ്ത്രവുമായി അതിനൊരു ബന്ധവും കാണാനും കഴിയില്ല. എന്നാൽ ശാസ്ത്രത്തിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്,
കൃത്യമായ അവലംബങ്ങളുണ്ട്, കൃത്യമായ ബേസ് ഉണ്ട്. എന്നാൽ ഒരു ബേസും ഇല്ലാത്ത യുക്തിവാദം ശാസ്ത്രത്തിന്റെ മുകളിൽ കയറിയിട്ട് ഒരു ഇത്തിക്കണ്ണിയായി അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രീയമായിട്ടുള്ള സത്യങ്ങളും ഇതെല്ലാം യുക്തിവാദത്തിന്റെ കോർട്ടിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളാണ് ശാസ്ത്രത്തിന്റെ ആളുകൾ എന്ന് പ്രചരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശാസ്ത്രത്തിന്റെ അടിത്തറ ഒരിക്കലും മതനിരാസമോ ദൈവനിഷേധമോ അല്ല. മഹാഭൂരിപക്ഷം വരുന്ന ശാസ്ത്രകാരന്മാർ അവര് ദൈവാസ്തിക്യത്തെ അംഗീകരിച്ചവരാണ്, ദൈവനിരാസമില്ലാത്തവരാണ്, മതത്തിന്റെ സാന്നിധ്യത്തെ അംഗീകരിക്കുന്നവരാണ്, ധർമ്മത്തെ അംഗീകരിക്കുന്നവരാണ്. ഇപ്പൊ ഗലീലിയോ, ന്യൂട്ടന്, ഐൻസ്റ്റീന് ഈ ആളുകളെയൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവർക്കെതിരിൽ മതം, ചില ക്രൈസ്തവ മതമോ മറ്റോ ഒക്കെ ഇൻക്വിസിഷൻ നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നതൊരു ഭാഗത്തുണ്ട്. ആ വിഷയമല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഈ ആളുകൾ അവർ മതനിഷേധികളോ ദൈവനിഷേധികളോ ആയിരുന്നു. മതത്തിനെതിരിലോ ദൈവത്തിനെതിരിലോ അവരുടെ സംസാരങ്ങൾ കാണാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ദൈവാസ്തിക്യത്തെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞത് എന്ന് കാണാൻ കഴിയും. ഐൻസ്റ്റീൻ പോലും പറയുന്നത് മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ് എന്നും അന്ധവിശ്വാസവുമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ന്യൂട്ടനെ കുറിച്ച് ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങളെയും അഭിപ്രായങ്ങളെയും വിശകലനം ചെയ്തിട്ടുള്ള പ്രൊഫസർ PCK നമ്പൂതിരിപ്പാടിന്റെ ഒരു ലേഖനത്തിൽ കൃത്യമായി പരാമർശിക്കുന്നത് ആധുനിക ശാസ്ത്രത്തിന്റെ ശില്പികൾ മതവിരോധികളോ നിരീശ്വരവാദികളോ ആയിരുന്നില്ല എന്നതാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഏതായിരുന്നാലും മത പ്രസ്ഥാനമല്ലല്ലോ, ഒരുതരം യുക്തിവാദ പ്രസ്ഥാനമായിട്ടല്ലേ രംഗത്ത് വന്നിട്ടുള്ളത്. എന്നാൽ സമീപകാലത്ത് ഇപ്പോൾ നോം ചോംസ്കി എടുത്ത് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. നോം ചോംസ്കി മതവിശ്വാസിയാണോ? അല്ലല്ലോ. നോം ചോംസ്കി അറിവിനെ കുറിച്ച് പറയുന്നിടത്ത്, മനുഷ്യന്റെ അറിവിനെ കുറിച്ച് പറയുന്നിടത്ത് കൃത്യമായി പറയുന്നത് മനുഷ്യന്റെ അറിവ് പ്രീ ഇൻസ്റ്റാൾഡ് നോളജ് അതിലുണ്ട് എന്നാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിൽ എന്താ പറയാ അനുഭവ നിരപേക്ഷ അറിവ് എന്ന നിലക്ക് മുൻകൂട്ടി തന്നെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട അറിവുണ്ട് എന്നാണ്. ആര് ഇൻസ്റ്റാൾ ചെയ്തു? അങ്ങനെ ഒരു സിസ്റ്റം അവിടെ പറയുന്നു. അപ്പോ യഥാർത്ഥത്തിൽ നിലവിൽ നമ്മൾ കാണുന്ന യുക്തിവാദ ദർശനം ഇന്ന് EA ജബ്ബാർ സാഹിബിനെ പോലെയുള്ള ആളുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചർമാരൊക്കെ നേതൃത്വം കൊടുക്കുന്ന യുക്തിവാദം, ആ യുക്തിവാദം ഒരു തരത്തിലും ശാസ്ത്രവുമായി ബന്ധമില്ലാത്തതാണ്. ലോകത്ത് വന്നിട്ടുള്ള ശാസ്ത്ര പഠനങ്ങളും ശാസ്ത്രാന്വേഷണങ്ങളും ശാസ്ത്ര ഗവേഷണങ്ങളും നിലനിൽക്കുന്ന ശാസ്ത്ര സത്യങ്ങളും അത് കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രകാരന്മാരും മറ്റുമൊക്കെ അല്പസ്വല്പം ഒന്നോ രണ്ടോ ആളുകൾ ഇത്തരത്തിലുള്ള ദൈവനിരാസ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, മഹാഭൂരിപക്ഷവും ദൈവവിശ്വാസികളായിരുന്നു, മതത്തെ അംഗീകരിക്കുന്ന ആളുകളായിരുന്നു. അവരുടെ ജീവിതത്തിൽ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നതല്ല വിഷയം. ഇപ്പൊ ദൈവനിഷേധത്തെ ശാസ്ത്രമാക്കി അവതരിപ്പിക്കുക എന്ന ഒളിച്ചുകടത്തൽ, അതാണ് യഥാർത്ഥത്തിൽ യുക്തിവാദികൾ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആരാണ് ശാസ്ത്രത്തിന്റെ കൂടെയുള്ളത്? യഥാർത്ഥത്തിൽ നാസ്തികത എന്ന് പറയുന്നത് മതം ശാസ്ത്രം വിട്ടതാണ് നാസ്തികത. ശാസ്ത്രം വിട്ട നാസ്തികതയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. മതം എന്ന് പറയുന്നത് ശാസ്ത്രത്തോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ളതാണ്. ശാസ്ത്രത്തിന്റെ മുകളിൽ ശാസ്ത്രകാരന്മാരെ വളർത്തുകയും ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുകയും ശാസ്ത്രാന്വേഷണത്തിന് ശക്തി പകരുകയും ചെയ്തിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത്. ഇസ്ലാം വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ ഇത് കാണാൻ കഴിയുന്നതാണ്. ചിന്തയെ അതിശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നു. തെളിവുകളെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ജീവിതം ഉണ്ടാകേണ്ടതെന്ന് പറയുന്നു. ഗവേഷണാത്മകമായി കാര്യങ്ങളെ കാണണം എന്ന് പറയുന്നു. ജ്ഞാനം കണ്ടെത്താൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ അത് യഥാർത്ഥത്തിൽ കണ്ണ്, കാത്, ഹൃദയം, മസ്തിഷ്കം പോലെയുള്ളത് വിചാരണക്ക് വിധേയമാണ് എന്ന അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തുന്നു. അന്ധമായൊരു വിശ്വാസം ഉണ്ടാകാൻ പാടില്ല എന്ന അഭിപ്രായം പറയുന്നു. ഏതൊന്നിനെയും തെളിവിന്റെ മൂശയിലിട്ടുകൊണ്ട് അന്വേഷണ വിധേയമാക്കണം എന്ന അന്വേഷണ ത്വര പുറത്തുവിടുക കൂടിയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് മതം ചെയ്യുന്നത്. ചരിത്രത്തിലും അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ആധുനിക ശാസ്ത്ര രീതിയുടെ പിതാവായി അറിയപ്പെടുന്ന, രണ്ടാം ടോളമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു ഹൈത്തം ആരാണ്? മുസ്ലിം മതവിശ്വാസിയാണ്, ഇസ്ലാം മതവിശ്വാസിയാണ്.
ചന്ദ്രനിലെ ഗർത്തത്തെക്കുറിച്ച് അൽ ഹസൻ എന്ന് പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹസൻ എന്ന പേരിലാണ് പാശ്ചാത്യർ ഇബ്നു ഹൈതമിനെ വിളിക്കുന്നത്. 2015 ലോകം അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിന്റെ പുസ്തകത്തെ, കിതാബുൽ മനാദിർ പുസ്തകത്തെ അംഗീകരിച്ചുകൊണ്ട് ഇയർ ഓഫ് ഒപ്റ്റിക് എന്ന പ്രഖ്യാപനം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ രംഗത്ത് ക്ലപ്റ്ററും ഗലീലിയോവും വരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ ഇബ്നു ഹൈതമിന്റെ കിതാബുൽ മനാദിർ എന്ന് പറയുന്നത്. അവിടെയൊക്കെ മതം പരിചയപ്പെടുത്തിയിട്ടുള്ളത് മതത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിശുദ്ധ ഖുർആനിന്റെ അന്വേഷണത്തിന്റെയും ചിന്തയുടെയും കവാടങ്ങളിലൂടെയാണ് ശാസ്ത്രലോകത്ത് എത്തിയിട്ടുള്ളത്. ഗണിതശാസ്ത്ര ശാഖയായിട്ടുള്ള അൽജിബ്രയുടെ രൂപകൽപ്പന ആരായിരുന്നു? മുസ്ലിം ആളുകളായിരുന്നല്ലോ. ഇസ്ലാം മതവിശ്വാസികളാണ്. ഇബ്നു സീന, ഗസാലി പോലെയുള്ള ആളുകൾ വൈദ്യശാസ്ത്രത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ എത്ര ശക്തമാണ്. അലി ഖുസ്രുയുടെ ഭൂമിയുടെ ഭ്രമണ വിജ്ഞാനീയങ്ങൾ ഏറ്റവും ശക്തമാണ്. 16-ാം നൂറ്റാണ്ടിലെ നിക്കോളസ് ഗലീലിയോ പോലെയുള്ള ആളുകൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വാദങ്ങൾ 12-ാം നൂറ്റാണ്ടിൽ തന്നെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുള്ള മുസ്ലിം ശാസ്ത്രകാരന്മാരായിരുന്നു അവര്. അസ്ട്രോണമിയുടെ പഠനങ്ങൾ നൽകിയിട്ടുള്ള നാസറുദ്ദീൻ അൽതൂസിയുടെ അഭിപ്രായങ്ങൾ ശാസ്ത്രം എതിർക്കപ്പെടാതെ അംഗീകരിച്ചു പോയിട്ടുള്ള സംഗതിയാണ്. ഇബ്നു സീനയുടെ ഖാനൂൻ ഫി തിബ് വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഗ്രന്ഥമാണ് എന്ന് ആർക്കാ മനസ്സിലാക്കാൻ കഴിയാത്തത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒപ്താൽമോളജിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ജനങ്ങൾ ലോകത്തേക്ക് പഠിപ്പിച്ചിട്ടുള്ള അലി ഇബ്നു ഈസ. അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമാണ്. ഇപ്പോൾ സയന്റിഫിക് എത്തിക്സ്, ശാസ്ത്രത്തിന്റെ നൈതികതയെക്കുറിച്ച് UN പുരസ്കാരം കൊടുക്കുന്നുണ്ട്. ഈ UN പുരസ്കാരം ഇബ്നു സീനയെ ബേസ് ചെയ്തുകൊണ്ടും ഇബ്നു സീനയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ടുമാണ് കൊടുക്കുന്നത്. ഒരു സയൻസിന്റെ രംഗത്ത് കൊടുക്കുന്ന UN പുരസ്കാരത്തിൽ പരിഗണിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് ഒരു മുസ്ലിം ശാസ്ത്രകാരനായിട്ടുള്ള ഇബ്നു സീനയുടെ അഭിപ്രായങ്ങളും ഇബ്നു സീനയുടെ തത്വങ്ങളുമാണ്, അല്ലെങ്കിൽ ഇബ്നു സീനയെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് കാണാൻ കഴിയും. ഇപ്പൊ മതം എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാം ശാസ്ത്രത്തെ വളർത്തുകയും മുസ്ലിങ്ങൾക്ക് ശാസ്ത്രപാഠം പകർന്നു കൊടുക്കുകയും ശാസ്ത്രാന്വേഷണ മേഖലയിലേക്ക് വളർച്ച നൽകുകയും ചെയ്തിട്ടുള്ള ഒരു മതമാണ്. എന്നാൽ യുക്തിവാദ ദർശനം ഒരു നിലയ്ക്കും, ഇന്ന് നിലനിൽക്കുന്ന യുക്തിവാദ ദർശനം ഒരു നിലക്കും ശാസ്ത്രാന്വേഷണത്തിന്റെ വഴിയിലൂടെ കടന്നു വരുന്നില്ല. മറിച്ച് അന്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞ്, തെളിവില്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞ്, ഗവേഷണാത്മകമല്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ നിലനിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ശാസ്ത്രത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇത്തിക്കണ്ണിയായി അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് വിലയിരുത്താനുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നതുമായൊരു കാര്യം. ഡോക്ടർ ജാബിർ റഹ്മാനിക്ക് റേഡിയോ ഇസ്ലാമിന്റെ കൃതജ്ഞത അറിയിക്കുന്നു. ശാസ്ത്രത്തെ പോലും ആവശ്യമുള്ളപ്പോൾ മാത്രം സ്വീകരിക്കുകയും തങ്ങൾക്ക് കോട്ടം വരുന്ന അവസ്ഥയിൽ വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരാണ് യുക്തിവാദികളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ എന്നുള്ളത് നമുക്ക് കേവല ചരിത്രവായനയിൽ നിന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഈ സംവാദത്തിൽ മോഡറേറ്റർ സൂചിപ്പിച്ച ഒരു കാര്യവും അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. ശാസ്ത്ര അവബോധമാണ് വേണ്ടത്. അതിനി എഴുത്തും വായനയും അറിയാത്തവനാണെങ്കിൽ പോലും തങ്ങൾ ശാസ്ത്രീയ അവബോധത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം സൂചിപ്പിച്ചത് ശാസ്ത്രമറിയാത്തവൻ്റെ ശാസ്ത്രീയ അവബോധമാണ്. ആ പ്രത്യേക അവബോധത്തെപ്പറ്റി യുക്തിവാദികൾക്ക് മാത്രമേ അറിയൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്ന് നടക്കുന്ന ഈ സംവാദത്തിൻ്റെ ഭാഗമായി അടക്കമുള്ള ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ശാസ്ത്രമാണ് പരമസത്യം എന്നും ഖുർആനിനെ ശാസ്ത്രീയമായി തെളിയിച്ചാലേ നിലനിൽപ്പുള്ളൂ എന്നുമാണോ? ഈ വിഷയമായി നമ്മൾ സംസാരിക്കുന്നു. ബഹുമാനായ മുഹമ്മദ് ഫാരിസ് പി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിനെ ശാസ്ത്രവുമായി താരതമ്യം ചെയ്യുന്നതിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അതിനു മുൻപ് ആദ്യം തന്നെ ബഹുമാനപ്പെട്ട അക്ബർ സാഹിബിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കാരണം സംവാദത്തിൽ അദ്ദേഹം ഉന്നയിച്ച വാദത്തെ വിജയിപ്പിക്കാൻ സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് വിശുദ്ധ ഖുർആനിനെ ശാസ്ത്രവുമായി താരതമ്യം ചെയ്യുന്നതിൽ ഭൂരിപക്ഷം ആളുകൾക്കുമുള്ള ഒരു അബദ്ധധാരണയെ ഒരു പരിധിവരെയൊക്കെ തിരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തൻ്റെ ആമുഖ ഭാഷണത്തിൽ തന്നെ എന്നത് ഏറെ അഭിനന്ദനാർഹമാണ്. കാരണം പല ആളുകളും വിശുദ്ധ ഖുർആനിൽ ശാസ്ത്രീയ അത്ഭുതമുണ്ട് എന്ന അർത്ഥത്തിൽ ഖുർആനിൻ്റെ ദൈവികതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് 1980-കൾക്ക് ശേഷമാണ് പ്രത്യേകിച്ച് മോറിസ് ബുക്കയുടെയും കീത്ത് മോറിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ മുസ്ലിം ലോകത്ത് വലിയ വേരോട്ടം ഉണ്ടാക്കിയപ്പോൾ അതോടൊപ്പം തന്നെ ലോകത്തൊരു ശാസ്ത്രം മാത്രം വളർന്നു വരികയും ചെയ്തു. എന്തും
ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അത് സത്യമാകൂ എന്ന ഒരു സയൻറ്റിസത്തിൻ്റെ അതിപ്രസരം കൂടി ഖുർആനിലും ശാസ്ത്രീയാത്ഭുതങ്ങൾ ഉണ്ട് എന്ന ഒരു ചർച്ചയ്ക്ക് വളം നൽകിയിട്ടുണ്ട്. പക്ഷേ അതിന് വിത്ത് പാകിയത് നേരത്തെ പറഞ്ഞ വ്യക്തികളുടെ പുസ്തകങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് പടിഞ്ഞാറിലെ മുസ്ലിം അക്കാഡമീഷ്യൻസൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഏത് രീതിയിലാണ് ഖുർആനിനെ മനസ്സിലാക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ധാരാളമായി വന്നിട്ടുണ്ട്. അവിടെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മറ്റു തെളിവുകൾ കൊണ്ട് അള്ളാഹുവിൽ നിന്നാണ് എന്ന് മനുഷ്യന് ബോധ്യമാകുന്ന രീതിയിലുള്ള അള്ളാഹുവിൻ്റെ വചനമാണ്. അതിന് വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം തന്നെ അതിൻ്റെ ഭാഷയാണ്, അതിൻ്റെ ഭാഷാപരമായി. അതുകൊണ്ടാണ് പകരം ഒന്ന് കൊണ്ടുവരൂ എന്ന് അള്ളാഹു വെല്ലുവിളിക്കുന്നത്. പകരം ഒരു ശാസ്ത്ര പുസ്തകം കൊണ്ടുവരൂ എന്നല്ലല്ലോ, ഖുർആനിൻ്റെ ഭാഷാപരവും സാഹിത്യപരവുമായ ഘടനാ വൈഭവത്തിന് പകരം നിൽക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ എന്ന് അറബി ഭാഷയിൽ ഏറ്റവും അധികം പ്രാഗൽഭ്യമുള്ള ഒരു ജനവിഭാഗത്തോടാണ് ആ വെല്ലുവിളി ഖുർആൻ നടത്തുന്നത്. അത് തന്നെയാണ് ഖുർആനിൻ്റെ ഏറ്റവും വലിയ അമാനുഷികതയും. അത് വെസ്റ്റേൺ അക്കാഡമീഷ്യൻസ് തന്നെ ഖുർആൻ ഇനിമിറ്റബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരാരും ഇനിമിറ്റബിൾ ആയതുകൊണ്ട് ഖുർആനിൻ്റെ ദൈവികതയിൽ വിശ്വസിക്കുകയോ ഇസ്ലാമിലേക്ക് വരികയോ ഒന്നും പലരും ചെയ്തിട്ടില്ല. കാരണം ഇനിമിറ്റബിലിറ്റി എന്നത് ഡിവിനിറ്റിയുടെ ഒരു ലക്ഷണമായി അവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പോലും വിശുദ്ധ ഖുർആൻ മറ്റൊരാൾക്ക് അനുകരിക്കാൻ കഴിയാത്തതാണ് എന്നതിൽ അവർക്കൊന്നും അഭിപ്രായ വ്യത്യാസം ഭൂരിപക്ഷം ആളുകൾക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ സംബോധിതൻ മനുഷ്യനാണ്. ഖുർആനിൻ്റെ ലക്ഷ്യം തന്നെ ഹുദൽ ലിന്നാസി, മനുഷ്യർക്ക് സന്മാർഗം എത്തിച്ചു കൊടുക്കുകയാണ്. അവിടെ മനുഷ്യൻ അവൻ്റെ അന്വേഷണങ്ങളെ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുകയും അന്വേഷണങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ കഴിയാത്ത വിഷയങ്ങളിൽ അവന് കൃത്യമായ ഗൈഡൻസ് നൽകുകയുമാണ് ഖുർആൻ ചെയ്യുന്നത്. അവിടെ അള്ളാഹുവിനെ പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പ്രപഞ്ചത്തിൻ്റെ വിവിധ പ്രതിഭാസങ്ങളെ പരിചയപ്പെടുത്തും. അത് അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള റബ്ബിന് പറയാനാണ്. സൂര്യൻ ചലിക്കുന്നുണ്ട് നിശ്ചിത പാതയിൽ, നിശ്ചിതമായ ഒരു മുസ്തഖറിലേക്ക് എന്ന് പറയുമ്പോൾ അവിടെ ദാലിക തഖ്ദീറുൽ അസീസ് എന്ന് അള്ളാഹുവിൻ്റെ കഴിവിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ആ വചനത്തിൻ്റെ ആരംഭത്തിൽ സൂര്യൻ്റെ ചലനത്തെ അള്ളാഹു ഉദാഹരിക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വിശുദ്ധ ഖുർആൻ സംബോധന ചെയ്ത ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ അശാസ്ത്രീയത ഉണ്ടാകാൻ പാടില്ല എന്നത് മാത്രമാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്, ചിലത് പരിധിയിൽ വരാത്തതാണ്. ആത്മാവ് ശാസ്ത്രത്തിൻ്റെ പരിധിയിലുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ധാരാളം സ്വർഗം, നരകം, മലക്കുകൾ, ജിന്നുകൾ, ഇതൊന്നും ശാസ്ത്രത്തിൻ്റെ പരിധിയിലുള്ള കാര്യമല്ല. ശാസ്ത്രത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് ഫിസിക്കൽ ആവണം, മാറ്റർ ആവണം, ഒബ്സർവബിൾ ആകണം, എക്സ്പെരിമെൻ്റബിൾ ആകണം, എങ്കിൽ മാത്രമേ ഇത് സയൻസിൻ്റെ പരിധിയിൽ വരൂ. അപ്പോൾ സയൻസിൻ്റെ പരിധിയിൽ വരാത്തതൊക്കെ അശാസ്ത്രീയമാണ് എന്നല്ല പറയേണ്ടത്, അതിശാസ്ത്രീയമാണ് എന്നാണ് പറയേണ്ടത്. സ്നേഹം പോലെ മറ്റു വികാരങ്ങളൊന്നും സയൻസിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ സയൻസിൻ്റെ പരിധിയിൽ വരുന്ന സൂര്യനെക്കുറിച്ചോ ചന്ദ്രനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പരാമർശങ്ങൾ സത്യത്തിന് വിരുദ്ധമാകാൻ പാടില്ല. ഇവിടെ രണ്ട് കാര്യം വീണ്ടും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ശാസ്ത്രം എന്നത് സത്യമാണോ എന്നതാണ് ഒന്നാമത്തെ കാര്യം. സയൻറ്റിഫിക് പ്രൂഫ് എന്ന് പറയുന്നത് ഒരു മിത്താണ് എന്ന് സയൻറ്റിഫിക് ഫിലോസഫേഴ്സ് തന്നെ പറയുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. കാരണം സയൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിഗമനം മാത്രമാണ്. അത് പിന്നീട് ആവർത്തിച്ച പരീക്ഷണങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മറിച്ചുള്ള ഒരു നിരീക്ഷണം വന്നു കഴിഞ്ഞാൽ, ഇതുവരെ നമുക്ക് ലഭ്യമായതിനെ വിപരീതമായൊരു നിരീക്ഷണം വന്നാൽ നമ്മൾ ഇന്ന് വിശ്വസിച്ച് പോകുന്ന തിയറിയെ പരിഷ്കരിക്കും, അത് തെറ്റെന്ന് പറയും, പുതിയത് വരും. അത്രയേ ഉള്ളൂ സയൻസിൻ്റെ ഡെഫിനിഷൻ. സയൻസിനെ കുറിച്ച് പറയപ്പെടുന്നത് തന്നെ ഇറ്റ്സ് ഹൈലി ഇൻകൺസിസ്റ്റൻറ്റ് ആൻഡ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. നിരന്തരം അത് മാറ്റത്തിനും പരിവർത്തനത്തിനും വിധേയമാവുകയാണ്. അപ്പോൾ നിത്യസത്യമായ വിശുദ്ധ ഖുർആനിനെ നിത്യസത്യമെന്ന് സ്വയം അവകാശപ്പെടുന്ന പോലുമില്ലാത്ത സയൻസുമായി കമ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു അനൗചിത്യം ഇവിടെ വ്യക്തമാണ്. ഈ അനൗചിത്യമാണ് പ്രബോധകർ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഖുർആനിൻ്റെ പദപ്രയോഗങ്ങളിൽ വന്ന വിഷയങ്ങളിൽ ശാസ്ത്രീയ അബദ്ധമുണ്ട് എന്ന് ആരോപിക്കുന്ന ആളുകൾ, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, മസാബീഹ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ നക്ഷത്രങ്ങളെന്നോ അല്ലെങ്കിൽ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന ഗോളാന്തരീയ പദാർത്ഥങ്ങളെന്നോ അർത്ഥം കൊടുക്കാൻ പറ്റുന്ന ആ വിളക്കുകൾ ജിന്നുകൾ എറിയാൻ വേണ്ടിയിട്ടാണ്, പിശാചുക്കൾ എറിയാൻ വേണ്ടിയിട്ടാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എറിയാൻ കൂടി വേണ്ടിയിട്ടാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മറ്റു പർപ്പസുകളും അതിനുണ്ട്. അപ്പോൾ ഇതൊരിക്കലും ശാസ്ത്രീയ വിരുദ്ധമായ ഒരു സെൻറ്റൻസ് അല്ല. കാരണം ജിന്ന് എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ പരിധിയിലുള്ള ഒരു സാധനമല്ല.
ജിന്ന് എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ പരിധിയിലുള്ള ഒരു സാധനമല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഗോളാന്തരീയത്തിലുള്ള ഗോളോപരിയിലുള്ള നക്ഷത്രങ്ങൾ ജിന്നുകളെ പിശാചുക്കളെ എറിഞ്ഞോടിക്കുന്നുണ്ട് എന്ന ഒരു പരാമർശവും ശാസ്ത്രവിരുദ്ധമല്ല, മറിച്ച് ശാസ്ത്രത്തിൻ്റെ പരിധിക്കപ്പുറത്തുള്ളതാണ്. എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, ദിസ് ഇസ് നോട്ട് എ സയൻറ്റിഫിക് സ്റ്റേറ്റ്മെൻറ്റ്, അത് ശാസ്ത്രത്തിൻ്റെ പരിധിക്കപ്പുറത്തുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ പദപ്രയോഗങ്ങളിൽ വന്ന ഇത്തരം കാര്യങ്ങളെ അത് ശാസ്ത്രത്തിൻ്റെ പരിധിക്കപ്പുറത്തുള്ളതാണെന്നും അത് അതിശാസ്ത്രമാണ് എന്നുമാണ് വിമർശകർ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നിത്യസത്യമായ വേദഗ്രന്ഥത്തെ നിത്യസത്യമെന്ന് സ്വയം അവകാശപ്പെടുന്നു പോലുമില്ലാത്ത ശാസ്ത്രത്തോട്, കേവലം മനുഷ്യൻ്റെ അന്വേഷണങ്ങളുടെ ഇന്നോളമുള്ള അന്വേഷണങ്ങളുടെ ആകത്തുകയാണ് ശാസ്ത്രം, അതിനോട് താരതമ്യം ചെയ്ത് ഇത് ദൈവികമാണെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഖുർആനിനേക്കാളേറെ സയൻസിനെയാണ് എന്ന ഒരു അടിക്കുറിപ്പ് അവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ യുക്തിസഹമായി കൈകാര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് ഫാരിസ് പിയുവിന് റേഡിയോ ഇസ്ലാമിൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. സംവാദം വളരെ നല്ല രീതിയിൽ അവസാനിച്ചു നിൽക്കുന്ന ഈ വേളയിൽ കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് ഇനി കേരളത്തിൽ യുക്തിവാദത്തിനും ഇസ്ലാം വിമർശനത്തിനും ജബ്ബാർ മാഷിനും നിലനിൽപ്പുണ്ടോ എന്ന കാര്യം. ഈ സംവാദത്തിൽ നിന്ന് ഖുർആനിൻ്റെ അജയ്യതയെ ബോധ്യപ്പെട്ട് യുക്തിവാദികളിൽ നിന്നും മറ്റ് ഇതര സമൂഹങ്ങളിൽ നിന്നും ഖുർആനിൻ്റെ ദൈവീകതയെ അംഗീകരിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വ്യാപകമായി കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുക്തിവാദത്തിനും ജബ്ബാർ മാഷിനും ഇനി കേരളീയ സമൂഹത്തിൽ നിലനിൽപ്പിനുള്ള സാധ്യത വളരെ വിരളമാണ്. നമുക്ക് കാതോർക്കാം ഇനിയും ഒരു വെല്ലുവിളിയുമായി ഈ ജബ്ബാർ മാസ്റ്റർ എത്തുമോ എന്ന്. റേഡിയോ ഇസ്ലാം സ്പെഷ്യൽ ഹവറോട് അവസാനിക്കുന്നു. ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.